Hi friends, again I am back with second lesson. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ എന്തായിരുന്നു? എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സ്. അല്ലെ, അതിന്റെ തീം എന്തായിരുന്നു മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു. എന്തായിരുന്നു? കൈൻഡ്നസ് ആൻഡ് എമ്പതി. അല്ലെ, കൈൻഡ്നസും എമ്പതിയും അല്ലെ, ദയ, അതുപോലെ കാരുണ്യം, കരുണ, അനുകമ്പ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട ടൈമിലുണ്ട് അല്ലെ. ചില ആളുകളോട് നമ്മളത് കാണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അല്ലെ. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോറിയുടെയും ഏകദേശമൊക്കെ ഒരു തീം അല്ലെ. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന ഒരു കൈൻഡ്നസ് ഉണ്ടല്ലോ, ആ ഒരു കൈൻഡ്നസ് ഒരു പക്ഷെ ആ വ്യക്തിയുടെ ജീവൻ തന്നെ നിലനിൽക്കാനുള്ള ഒരു മോട്ടിവേഷനോ ഒരു പ്രചോദനമോ നിലനിൽപ്പിന് വേണ്ടി തന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു ചെറിയ കൈൻഡ്നസ് കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള ഒരു കൈൻഡ്നസിന്റെ ഒക്കെ ഒരു കഥയാണ് മക്കളെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത് ഇൻ ദി ആറ്റിക് ആണ്. നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ചെറിയൊരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. നോക്കാം. ലുക്ക് അറ്റ് ദ പെയിന്റിങ് കെയർഫുള്ളി. എന്താണ് മക്കളെ? മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ദ സ്ക്രീം, എഡ്വാർഡ് മഞ്ച് അല്ലെ. എഡ്വാർഡ് മഞ്ചിന്റെ ദ സ്ക്രീം എന്ന് പറഞ്ഞ മക്കളെ അലറി വിളിക്കുക അല്ലെ, മുറവിളി കൂട്ടുക, അലറി വിളിക്കുന്ന നിലവിളിക്ക് ഉറക്കെ നിലവിളിച്ച് പറയുന്നതിനാണ് ദ സ്ക്രീം എന്ന് പറയുന്നത്. നോക്കാം. ഈ പിക്ചർ കാണുമ്പോൾ എന്താ മക്കളെ തോന്നുന്നത്? എനിക്ക് ഇങ്ങനെയുള്ള പിക്ചർ കുറെ നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകൾക്ക് ഒരു തലയിറക്കൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ പിക്ചർ കാണുമ്പോൾ തോന്നാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഇങ്ങനെയുള്ള പിക്ചറിലോട്ട് കുറേ നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊരു കുളുമ്പൽ ഉണ്ടാവില്ല മക്കളെ? എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി കണ്ണിനൊരു കറങ്ങലാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഈ ഒരു പെയിന്റിങ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മക്കളെ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതാ ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്. അതൊരു എന്താ പറയാ, മാൻ ആണോ വുമൺ ആണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലെ. കാരണം അതൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്വിർലിംഗ് ഉണ്ട് അതിന്. അപ്പൊ അത് എന്ത് ചെയ്യാം, ഒരു വ്യക്തി അവിടെ നിന്നിട്ട് ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ സഹിക്കാൻ കഴിയാത്ത രീതിക്ക് കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് എന്തോ പറയുന്നുണ്ട്. ഇതൊരു പാലമായിട്ട് നമുക്ക് കാണാം അല്ലെ. ചിലപ്പോൾ ഇതൊരു പാലാവാം, ബ്രിഡ്ജ് ആവാം. ബാക്കിൽ രണ്ട് ആളുകളുണ്ട്. പാലത്തിന്റെ താഴെ എന്തുണ്ട്? ഒരു പുഴയുണ്ട്. ആകാശം നല്ലതുപോലെ കാണുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ രൂപത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ പിക്ചർ ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഈ പിക്ചറിന് താഴെയായിട്ട് ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെറുതെ ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. What do you see in the picture? എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? A figure is standing on a bridge or a walkway holding its face. അല്ലെ, എന്താണ് മക്കളെ ഈ പിക്ചറിൽ? ഇവിടെ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു നടപ്പാത അല്ലെ, അവിടെ ആയിട്ട് ഒരു ഫിഗർ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അത് മാൻ ആണോ വുമൺ ആണോ നമുക്ക് കഴിയില്ല അല്ലെ. അതുകൊണ്ട് എ ഫിഗർ that holding its face and appearing to scream or express extreme emotion, പോസിബിളി ഫിയർ, ആൻസൈറ്റി ഓർ ഡിസ്പെയർ അല്ലെ. വളരെ വലിയ നിരാശയോ ഭയമോ പേടിയോ എന്തൊക്കെയോ ഒരു രൂപത്തില് ഫേസിൽ ഇമോഷൻ കാണിച്ചുകൊണ്ട് എന്തോ ഒന്ന് അലറി വിളിച്ചുകൊണ്ട് ഫേസൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫിഗറിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. Then the background is filled with swirling അല്ലെ. അതിങ്ങനെ എന്തുണ്ട്, ഒരു ചുറ്റി കറങ്ങുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ബാക്കിലുള്ളത്. വൈബ്രന്റ് കളേഴ്സ് ഇൻ ദ സ്കൈ, മെയിൻലി ഓറഞ്ച്, റെഡ് ആൻഡ് യെല്ലോ അല്ലെ. ഇനിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് അവിടെ ആകാശം ഡിഫറെന്റ് കളേഴ്സ് കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഓറഞ്ച്, റെഡ്, യെല്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് കളറുകൾ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് എന്തിനു സഹായിക്കും? ക്രിയേറ്റിംഗ് എ ഡ്രാമാറ്റിക് ആൻഡ് ഇന്റൻസ് അറ്റ്മോസ്ഫിയർ അല്ലെ. ഒരു നാടകീയപരമായിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള അതുപോലെ ഇന്റൻസ് ആയത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. ബിഹൈൻഡ് ദ ഫിഗറിന് തൊട്ട് പിന്നിലായിട്ട് 2 other people are walking. 2 വ്യക്തികൾ നടക്കുന്നുണ്ട്. But they seem unaffected by the center figure's distress. അത് ശരിയാ അല്ലെ. ആ മെയിൻ ഫിഗറിന്റെ ആ ഒരു ഇതിൽ ആ ബാക്കത്തെ ഫിഗേഴ്സിന് നമ്മൾ അത്രമാത്രം ശ്രദ്ധ കാണുന്നില്ല. There is also a body of water അല്ലെ. അവിടെ എന്തുണ്ട്? വെള്ളമുണ്ട്. വെള്ളത്തിന്റെ ഒരു സംഭവം കൂടെ അവിടെ ഉണ്ട്. Then rolling hills and waves. അതുപോലെ എന്താണ് റോളിംഗ് ഹിൽസ് അല്ലെ. ഹിൽസും അതുപോലെ വേവ്സും ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. Then painted with a dynamic curve. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൊത്തത്തിലൊരു ഡൈനാമിക് കർവാണ് ഇത് അല്ലെ. ഒരു കർവിന്റെ രൂപത്തിലൊക്കെയാണ് അത് ഇങ്ങനെ ആ പിക്ചർ മുഴുവൻ കാണുന്നത്. കൂളിംഗ് കളേഴ്സ് ലൈക്ക് ബ്ലൂ, ഗ്രീൻ, ആഡിങ് ടു ദ ഫീലിംഗ് ഓഫ് ദ ടർബുലൻസ്. അതുപോലെ തന്നെ അതിൽ എന്തുണ്ട്?
ഗ്രീനും ബ്ലൂ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ അതിൽ മിക്സിങ് ആണ്. അത് എന്തും കൂടെ നമുക്ക് എന്ത് ഫീലിംഗ് കൂടെ വരുന്നുണ്ട്? ഒരു ടെർബുലൻസ്. എന്താ ടെർബുലൻസ് ആണ്? ഒരു ഇളക്കം, ഒരു മറിയൽ, ഒരു സ്ഥിരമല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അസ്ഥിരത എന്നൊക്കെ പറയുന്നത്, ആ ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ഫീൽ വെൻ യു ലുക്ക് അറ്റ് ദിസ് പെയിന്റിങ്? ആ പെയിന്റിങ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കണ്ണുകൾക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന്. ഓക്കെ, ഐ ഫീൽ സ്കേർഡ്, ഡിസ്റ്റർബ്ഡ്. ഓക്കെ, എനിക്ക് പേടിയും ഒരു ഡിസ്റ്റർബൻസും ആണ് വന്നിട്ടുള്ളത്. വെൻ ഐ ലുക്ക് അറ്റ് ദിസ് പിക്ചർ, the person looks like they are screaming and the sky looks strange and scary. അല്ലെ, എന്തുകൊണ്ടാണ് പേടി തോന്നിയത്? ആ വ്യക്തി എന്തോ ഒന്ന് അലറി വിളിച്ച് പറയുന്നുണ്ട്. അതിന് പുറമെ അവിടെ ആകാശം എങ്ങനെയാണ്? ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടും സ്കെയറി ആയിട്ടും അല്ലെ, ഭയപ്പെടുത്തുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ദെൻ, is the scream caused by fear, anxiety or despair? What do you think? അല്ലേ മക്കളെ, ഈ ഒരു പിക്ചർ അത് നിങ്ങൾക്ക് പേടിയോ ഉത്കണ്ഠയാണോ അതോ നിങ്ങൾക്ക് നിരാശയാണോ ഭയമാണോ തരുന്നത് എന്നൊക്കെയാണ് ചോദ്യം. ആൻഡ് വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? നോക്കാം. ഐ തിങ്ക് ദ സ്ക്രീം ഈസ് കോസ്ഡ് ബൈ ആൻസൈറ്റി. അല്ലെ, എനിക്ക് തോന്നുന്നത് എന്താണ്? ഒരു ആൻസൈറ്റി ആണ്. അല്ലെ, ദ പേഴ്സൺ ലുക്സ് ഓവർവെൽമിഡ്. ഓവർവെൽമിഡ് എന്താ? അതിയായ ഇമോഷൻ കാണിക്കുക. അതിനാണ് ഈ ഓവർവെൽമിഡ് ആണ്. ഓവറാക്കുക എന്നൊക്കെ പറയില്ലേ? എന്ത് ഓവറാക്കുക? പേടിയാണെങ്കിൽ ഓവറാക്കുക, ചിരിയാണെങ്കിൽ ഓവറാക്കുക, സങ്കടമാണെങ്കിൽ ഓവറാക്കുക. അതുപോലെ ഓവർവെൽമിഡ്, അതിയായ ഒഴുകുന്ന ഇമോഷൻ, അതാണ് കേട്ടോ. ആൻഡ് ഡിസ്റ്റർബ്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. അല്ലെ, ഡിസ്റ്റർബ്ഡ് ആണ്, അത് കൺഫ്യൂസ്ഡ് ആണ് ആ വ്യക്തി. ഇറ്റ് ഷോസ് എ മൊമെന്റ് ഓഫ് ഡീപ്പ് ഇമോഷണൽ സ്ട്രെസ്. നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്? അതൊരു വലിയൊരു ഇമോഷണൽ സ്ട്രെസ്സിലാണ്. ഏത് ഇമോഷൻ ആവട്ടെ, ഭയമാവട്ടെ, പേടിയാവട്ടെ, ഉത്കണ്ഠ ആവട്ടെ, നിരാശയാവട്ടെ, ഏതൊരു ഇമോഷൻ ആണെങ്കിലും അതിന്റെ ആഴത്തിലേറിയ അവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ആ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതൊന്നും ഭയങ്കരമായിട്ടുള്ള പഠനത്തിന്റെ അവസ്ഥയിലോട്ടുള്ള കാര്യങ്ങളല്ല. എന്നിരുന്നാൽ പോലും ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നോക്കാം. ദെൻ നെക്സ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ, അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ സബ്ജക്ട് ഓഫ് ദ പെയിന്റിംഗ് വേർ ടു സ്പീക്ക് വാട്ട് വുഡ് ബി ഹി ആൻഡ് സേ? അല്ലെ, ചെവി പൊത്തിപ്പിടിച്ച് എന്തോ അലറി വിളിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും മക്കളെ അലറി വിളിച്ച് പറയുന്നത്? നമുക്കൊന്ന് ഗസ് ചെയ്യാം അല്ലെ, എന്താണ് നോക്കാം. ഹെൽപ് മീ, ഐ ക്യാൻ ടേക്ക് ദിസ് എനിമോർ. എന്നെ സഹായിക്കൂ, എനിക്ക് ഇനി ഇത് കൊണ്ടിറക്കാൻ കഴിയില്ല, എനിക്ക് ഇനി ഇത് സഹിക്കാൻ കഴിയില്ല. പ്ലീസ് ഹെൽപ് മീ, ഐ കാൻ ടോളറേറ്റ് ദിസ്. എന്നെ ഒന്ന് സഹായിക്കൂ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ എന്തും വിളിച്ച് പറയാം. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം മക്കളെ. ഇൻ ദി ആറ്റിക്. എന്താണ് ഇൻ ദി ആറ്റിക്? ആറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ ഈ പഴയ വീടിന്റെ ഒക്കെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പത്തെ വീടിന്റെ മുകളിലൊന്നും, ടെറസ് വീടിന്റെ മുകളിലൊന്നും ഇല്ല അല്ലെ, റാക്കുകളെയൊക്കെ ഉള്ളൂ. പഴയ വീടിന്റെ മുകളിലൊക്കെ ഉണ്ടാവും അല്ലെ, ഒരു ഒരു മേൽക്കൂര പോലെ അവരുടെയൊക്കെ വീടിന്റെ മുകളിൽ ഉണ്ടാവാറുണ്ട്, ഒരു മട്ടുപ്ലാവൊക്കെ പോലെ അല്ലെ. അതിനാണ് ഈ ആറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് താഴെ നോക്കിയാൽ കാണില്ല. അവരവരുടെ പഴയ സാധനങ്ങള്, ചില മരങ്ങള്, അങ്ങനെയുള്ള പഴയ വസ്തുക്കളൊക്കെ ഇട്ട് വെക്കാനാണ് അങ്ങനെ ഒരു വീടിന്റെ മുകളിൽ ഒരു മട്ടുപ്ലാവൊക്കെ ഇങ്ങനെ മരം കൊണ്ട് ഇങ്ങനെ അടിച്ചു പണിതിട്ടൊക്കെ ആയിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, വ്ലാഡിസ്ലോവ് സ്പെൽമാൻ അല്ലെ. എന്താണ് മക്കളെ? വ്ലാഡിസ്ലോവ് സ്പെൽമാൻ അല്ലെ. പറയുന്ന പേരും സ്പെല്ലിങ്ങും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക, മലയാളത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് അത് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് കുറച്ച് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ശീലമായിക്കോളൂ കേട്ടോ. അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് വ്ലാഡിസ്ലോവ് സ്പെൽമാൻ എന്നാണ് കേട്ടോ. Then adapted from his memorial, the pianist and the later filmed in the same name. അല്ലെ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന വർക്കിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചെറിയ പാട്ട് എന്ന് പറയുന്നത്. ആ ഒരു സെയിം പേരിൽ പിന്നീട് ഒരു ഫിലിം തന്നെ ഉണ്ട് കേട്ടോ. ഫിലിമുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഇനി ഒരു ടൈമിൽ സമയം കിട്ടുമോ എന്ന് അറിയില്ല. പക്ഷെ ഒരു ഫ്രീ ടൈം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകളുടെ ഒക്കെ ഫിലിമൊക്കെ ഒന്ന് അടിച്ചു നോക്കിയിട്ട് കാണുക കേട്ടോ. അപ്പൊ എന്താണ്, നമ്മുടെ ഈ ഒരു വ്ലാഡിസ് സ്പെൽമാൻ എന്ന് പറയുന്ന ഈ സ്പെൽമാൻ ഉണ്ടല്ലോ, അദ്ദേഹം ആരാണ്? ഒരു പോളിഷ്കാരനാണ്, പോളണ്ടുകാരനാണ് അല്ലെ. രണ്ടാം ലോക മഹായുദ്ധത്തിന് നിങ്ങൾക്കറിയാം, രണ്ട് ചേരികളായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധം മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ജർമ്മൻസ് ഒരു സൈഡിലെ നാസിസ്, ജർമ്മൻസ് ഒരു സൈഡിലും, ഈ ഒരു സൈഡിൽ സോവിയറ്റ് യൂണിയൻ, പോളണ്ട്. ഈ സോവിയറ്റ് യൂണിയന്റെ ഒക്കെ കൂടെ തന്നെയാണ് ഈ പോളണ്ട് അത് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജർമ്മനി,
ഇവിടെ പോളണ്ട്. ഇത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. ബാക്കി ഒരുപാട് അവരുടെ കൂടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ജർമ്മനിയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, സോവിയറ്റിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ പോളണ്ടിനും ജർമ്മനിയും കാണാം. അപ്പൊ ഓപ്പോസിറ്റ് ഇവിടെ ജർമ്മനി ഉണ്ട്, ഇവിടെ പോളണ്ട് ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ആ പോളണ്ടുകാരനായിട്ടുള്ള പോളിഷ് ഒരു ജൂ ആയിട്ടുള്ള ഒരു പിയാനിസ്റ്റ് ആണ് ആര്, നമ്മുടെ ഈ സ്പിൽമാൻ എന്ന് പറയുന്ന നമ്മുടെ നായകൻ എന്ന് പറയുന്നത്. നോക്കാം, നമ്മുടെ എഴുത്തുകാരൻ. ഓക്കെ, അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആണ് അല്ലെ, ഒരു പിയാനോ ഒക്കെ വായിക്കുന്ന ആളാണ്, രചയിതാവാണ്. നല്ലപോലെ പിയാനോ വെറുതെ വായിച്ചിരിക്കുന്ന ആളല്ല കേട്ടോ, പാട്ടൊക്കെ രചയിതാവാണ്, അത്യാവശ്യം നല്ലപോലെ കമ്പോസർ ആണെന്നൊക്കെ പറയാം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേൾഡ് വാറിന്റെ സമയത്ത് അദ്ദേഹം ഒളിവിൽ താമസിക്കേണ്ടി വരുന്നുണ്ട്. 5-6 വർഷത്തോളം കണ്ടിന്യൂ ആയിട്ട് നിലനിന്നിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാർ ആണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് 2 വർഷത്തോളമായിട്ട് ഒരു ആറ്റിക്കിന്റെ ഉള്ളിൽ ഒളിവിൽ താമസിക്കേണ്ടി വരികയാണ് അല്ലെ. ഒരു വീടിന്റെ ഉള്ളില് ഈ പറഞ്ഞ പോലെ ഒരു മേൽക്കുരയുടെ ഉള്ളിലായിട്ട് എന്താണ് അദ്ദേഹത്തിന് ഒരുപാട് വർഷത്തോളം ഒരുപാട് സ്ട്രഗിളിങ്ങോട് കൂടിയിട്ട് താമസിക്കേണ്ടി വരികയാണ് അല്ലെ. അങ്ങനെ താമസിക്കേണ്ടി വരുമ്പോൾ ഒരു വ്യക്തി, ഒരു ഓഫീസർ, അതും ഒരു ജർമ്മൻ ഓഫീസർ, അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു കൈൻഡ്നെസ് ഉണ്ട് മക്കളെ. ആ ഒരൊറ്റ കൈൻഡ്നെസ് ആണ് ഈ പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നോക്കാം, ആ കൈൻഡ്നെസ് അദ്ദേഹത്തിന്റെ ലൈഫിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കഥയിലൂടെ നോക്കാം. നമുക്ക് നോക്കാം ഇൻ ദി ആറ്റിക് വ്ലാഡിസ്ലാവ് സ്പിൽമാൻ. അതിനു മുമ്പായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് അല്ലെ. നമുക്ക് നോക്കാം. എവറി ഹ്യൂമൻ ബീയിങ് ഡിസേർവ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി അല്ലെ. നമ്മുടെ ഓരോ മനുഷ്യർക്കും ഡിഗ്നിറ്റിയോട് കൂടി, നല്ല അന്തസ്സോട് കൂടിയിട്ട് അല്ലെ, ഡിഗ്നിറ്റിയോട് കൂടി നല്ല അന്തസ്സോട് കൂടിയിട്ട് സ്വതന്ത്രത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട് അല്ലെ. എല്ലാവർക്കും അതിനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്, എല്ലാവരും അത് അർഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. അത് എന്താണ് ഈ ഫ്രീഡം എന്നുള്ളത്? നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു മനുഷ്യന്റെ അവകാശമാണ്, നമ്മുടെ മനുഷ്യ അവകാശമാണത് അല്ലെ. ബട്ട് ഇൻ ദ വേൾഡ്, പക്ഷെ ഈ ഒരു ലോകത്ത് we live in millions of people are denied these basic rights. ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെ, ദശലക്ഷം കണക്കിന് ആളുകള് ഇത് ഡിനൈഡ് ചെയ്ത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ അവകാശം, എന്ത്, ഈ ഫ്രീഡം എന്ന് പറയുന്ന ഈ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിഷേധിച്ചുകൊണ്ടാണ് പല ആളുകളും ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നത്. വ്ലാഡിസ്ലാവ് സ്പിൽമാൻ, എ പിയാനിസ്റ്റ് ആൻഡ് എ കമ്പോസർ, വാസ് എ പോളിഷ് ജൂ. അതെ, പോളിഷ് ജൂ ആയിട്ടുള്ള കമ്പോസർ ആയിട്ടുള്ള നമ്മുടെ വ്ലാഡിസ്ലാവ് സ്പിൽമാനും അങ്ങനെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നോക്കാം, ഹി വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ ദ ഗെറ്റോ ആൻഡ് ghetto means a dismal place meant for Jews alone during the Second World War. Okay, അദ്ദേഹത്തെ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട് ജീവിക്കാൻ എന്ന് പറഞ്ഞെന്താ, അദ്ദേഹത്തെ നിർബന്ധിച്ച് അതിനുള്ളിൽ അടച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ തടങ്കിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എവിടെ? ഗെറ്റോ എന്ന് പറയുന്നത്. ഗെറ്റോ മീൻസ് ഈ ആളുകളെ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലം. എക്സ്പെഷ്യലി ഇവിടെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജൂ ആയിട്ടുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ജർമ്മൻസ് ഒന്നിച്ചിടുന്ന ഒരു ജയില്, അത് തന്നെ ഒന്നിച്ച് അവർ താമസിപ്പിക്കുന്ന ഒരു ജയില് പോലത്തെ ഒരു പ്ലേസിനാണ് ഈ ഗെറ്റോ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ജൂസ് വേർ സെൻഡ് ടു ദ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. എന്താണ്, പിന്നെ അവിടെ നിന്നും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അല്ലെ, അവരിങ്ങനെ ഒന്നിച്ച് താമസിപ്പിക്കുന്ന ക്യാമ്പുകളിലോട്ട് താമസം മാറേണ്ടി വന്നിട്ടുണ്ട്. വേർ ദ വർ ടോർച്ചർ, അവിടെ അവർക്ക് ഒരുപാട് ടോർച്ചർ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. then to gas chambers where they were killed in mass. എന്താണ് മക്കളെ, അതിനുശേഷം അവിടെ നിന്ന് അവരെവിടെ കൊണ്ടുപോകും? ഗ്യാസ് ചേമ്പറിലോട്ട്. ഗ്യാസ് ചേമ്പർ പറഞ്ഞാൽ എന്താ? അതെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഗ്യാസ് അല്ല കേട്ടോ. ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന ടൈപ്പുള്ള ഗ്യാസുകള് തുറന്നു വിട്ടിട്ട് എന്ത് ചെയ്യാ, അവിടെ കൂട്ടത്തോടെ ആളുകളെ കൊല്ലുക അല്ലേ. ഇൻ മാസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ആളുകളെ കൊല്ലുന്ന ആ ഒരു ഗ്യാസ് ചേമ്പറിലോട്ടും എന്ത് ചെയ്യും, അവിടെ നിന്ന് ജൂകളെ പറഞ്ഞയക്കും. And let's read the story of Spilman's desperate struggle to stay alive during the war. അല്ലേ, അദ്ദേഹത്തിന്റെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രഗിൾ മീൻസ് എന്താ, അതിയായ ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ട്രഗിളിങ് ഉണ്ട് അല്ലെ. ജീവിക്കാൻ അതിയായ ആഗ്രഹത്തോടു കൂടി, നിരാശയോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രഗിൾ ലൈഫ്, ഏത്, ആ യുദ്ധത്തിന്റെ സമയത്തുള്ള ആ സ്ട്രഗിൾ ലൈഫ്, ആ യുദ്ധത്തിന്റെ പീരീഡിൽ അദ്ദേഹം ജീവിച്ച ഒരു രീതി ഉണ്ട് അല്ലെ മക്കളെ. അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സ്റ്റോറിയിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം അബൌട്ട് ദ ഓഥർ. അതിന് നമുക്ക് ഓഥറെ കുറിച്ചൊന്ന് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ നായകൻ എന്ന് പറയുന്നത്, നമ്മുടെ റൈറ്റർ വ്ലാഡിസ്ലാവ് സ്പിൽമാൻ. ഇതാ കറക്റ്റായിട്ട് ഇവിടെ പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വ്ലാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് കേട്ടോ. നോക്കാം, അദ്ദേഹം 1911 and 2020 അദ്ദേഹത്തിന്റെ
ഡെത്ത് ആൻഡ് ബർത്ത് ആൻഡ് വാസ് എ പോളിഷ് പിയാനിസ്റ്റ്. അദ്ദേഹം ആരാണ്? ഒരു പോളിഷ് പിയാനിസ്റ്റ് ആണ് ആൻഡ് ദ ക്ലാസിക്കൽ കമ്പോസർ ആണ്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം നന്നായിട്ട് കമ്പോസ് ചെയ്യും അല്ലെ, ഒരു രചയിതാവും കൂടെയാണ് കേട്ടോ. ആൻഡ് ഹിസ് മെമ്മറിയൽ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1946 കേട്ടോ. The book was adapted into a film by Roman Polanski in 2002 അല്ലെ. അദ്ദേഹത്തിന്റെ ബുക്ക് പിന്നീട് റോമൻ പൊലാസ്കി എന്ന് പറയുന്ന ഡയറക്ടർ പിന്നീട് എന്താക്കി മാറ്റിയിട്ടുണ്ട്, അതൊരു ഫിലിം ആയിട്ട് എടുത്തിട്ടുണ്ട്. സ്പീൽമാൻ കമ്പോസ്ഡ് ഓവർ 500 വർക്ക്സ് ഇൻക്ലൂഡിംഗ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ദ ഫിലിം സ്കോർ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വർക്കുകളാണ് കേട്ടോ. ഇത്രയും അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ന്യൂ വേർഡ്സോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. ഐ സ്ലംബ്ഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. It was some time before I stammered with difficulty to what do you like to me? I'm not moving from here. അല്ലെ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? I slumped on the chair by the ladder door. അല്ലെ എന്താണ്? I slumped, ഞാൻ അങ്ങോട്ട് ഇരുന്ന് പോവുകയാണ്. സ്ലംബ്ഡ് എന്ന് പറഞ്ഞാല് അങ്ങ് ഇരുന്ന് പോയില്ല, നമ്മൾ പേടിച്ചിട്ട് തളർന്നൊക്കെ പോകുന്നൊരു മാനസികാവസ്ഥ ഉണ്ട്. നമ്മുടെ ബാക്കിലുള്ള ചെയറിലോട്ട് ഒരു പിടുത്തവും കൊടുക്കാത്തൊരു ഇരുത്തം അങ്ങോട്ട് ഇരിക്കില്ല മക്കളെ. അങ്ങനെ ഒരു ഇരുത്തം, തളർന്ന് അങ്ങോട്ട് ഒരു ഒറ്റ ഇരുത്തം അങ്ങ് ഇരിക്കില്ലേ, അതിനാണ് സ്ലംബ്ഡ് എന്ന് പറയുന്നത്. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? ഒരു ചെയറിലാണ്. ആ ചെയർ എവിടെയാണ്? ബൈ ദ ലാഡർ ഡോർ. ഈ ലാഡർ എന്ന് പറഞ്ഞാലാണ് ആറ്റിക് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് അല്ലെ. ആ സ്റ്റോർ റൂമിന്റെ ഡോറിന്റെ അടുത്തുള്ള ഒരു ചെയറിൽ അദ്ദേഹം അങ്ങ് ഇരുന്ന് പോവുകയാണ്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി അല്ലെ. വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് അദ്ദേഹം പേടിച്ച് വളരെ ബുദ്ധിമുട്ടോട് കൂടി വിക്കി പറയുന്നതിന് മുമ്പായിട്ട് അത് സംഭവിച്ചു. അത് നടന്നു. അദ്ദേഹം പറഞ്ഞു എന്ത്? ഡു വാട്ട് ഡു യു ലൈക്ക് ടു മീ? നിങ്ങൾക്ക് എന്താണ് എന്നെ ചെയ്യണമെന്ന് തോന്നുന്നു അത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് നിങ്ങൾ ചെയ്തോളൂ. ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ഓക്കെ, ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. ഓഫീസർ എന്താണ് മറുപടി കൊടുക്കുന്നത്? എനിക്ക് നിങ്ങളെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ഒരു ഇന്റൻഷൻ, ഒരു ലക്ഷ്യം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ലക്ഷ്യം എനിക്ക് ഇല്ല. ഓക്കെ, ദെൻ ഹി ആസ്ക്ഡ് മീ. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഐ മീൻ, നിങ്ങൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങൾ ജീവിക്കാൻ എന്താണ് ചെയ്യുന്നത്? ഐ എം എ പിയാനിസ്റ്റ്. എന്താ പറഞ്ഞ? ഞാനൊരു പിയാനിസ്റ്റ് ആണ് അല്ലെ, ഒരു പിയാനോ ഒക്കെ വായിക്കുന്ന വ്യക്തിയാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് വളരെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് നോക്കി, നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കി. Then he glanced fell on door to the other room. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ നോട്ടം അല്ലെ, അദ്ദേഹത്തിന്റെ നോട്ടം പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത റൂമിന്റെ ഡോറിന്റെ അടുത്തേക്ക് പോയി. An idea seemed to have struck him. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഐഡിയ അല്ലെ, അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു ഐഡിയ പെട്ടെന്ന് തന്നെ വന്നു. Come with me, will you? അദ്ദേഹം പറയാണ് come with me. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? ഇല്ലേ, എന്റെ കൂടെ വരാൻ കഴിയുമോ എന്ന് ചോദിക്കാണ്. We went into the next room where a piano stood by the wall. ഞങ്ങൾ അടുത്ത റൂമിൽ പോയി. അവിടെ എന്തുണ്ടായിരുന്നു? ആ ചുമരിന്റെ തൊട്ടടുത്തായിട്ട് പിയാനോ വെച്ചിട്ടുണ്ടായിരുന്നു. The officer pointed to the instrument. ഓഫീസർ എന്ത് ചെയ്യാണ്? പോയിന്റ് ടു പറഞ്ഞാൽ എന്താ? ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ ഇൻസ്ട്രുമെന്റ് നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് പ്ലേ സംതിങ്. എന്തെങ്കിലും ഒന്ന് വായിക്കൂ അല്ലെ. പിയാനോ ചൂണ്ടിക്കാണിച്ചിട്ട് ഓഫീസർ പറയാണ് പ്ലേ സംതിങ്, എന്തെങ്കിലും ഒന്ന് വായിക്കൂ. I looked enquiringly at him and did not move. അല്ലെ, എന്ത് enquiringly എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സംശയാഭാവത്തോടു കൂടി, ഒരു അന്വേഷണ സംശയാഭാവത്തോടു കൂടിയിട്ട് ഇതെന്തപ്പോ ഒരു ഓഫീസർ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു സംശയത്തിന്റെ ഒരു അന്വേഷണാഭാവത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ നോക്കുകയാണ്. ആ ഡിഡ് നോട്ട് മൂവ് അല്ലേ, ധൈര്യം വന്നിട്ടില്ല, ചലിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ചലിക്കാതെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ നോക്കുകയാണ്. He obviously sensed my fears. അല്ലെ, ഓക്കെ, അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? എന്റെ പേടി, എന്റെ ഭയത്തെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. Since he added reassuringly, it's all right, you can play. If anyone comes, you can hide in the ladder, and I will say it was me trying the instrument out. Okay, റീഅഷറിംഗ്ലി ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? കുറച്ച് ധൈര്യം കൊടുത്തുകൊണ്ട്
അദ്ദേഹത്തിന് കുറച്ച് ധൈര്യം കൊടുത്തുകൊണ്ട് പറയാണ്, ചേർത്ത് പറയാണ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓക്കെ, കുഴപ്പമില്ല, യു ക്യാൻ പ്ലേ, നിങ്ങൾക്കിത് വായിക്കാം. ഇഫ് എനിവൺ കംസ്, ആരെങ്കിലും കയറി വരികയാണെങ്കിൽ, യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ, നിങ്ങൾക്ക് എവിടെ ഒളിക്കാം? ആ ലാഡറിൽ പോയിട്ട്, നമ്മൾ നേരത്തെ കണ്ട ആ മേൽക്കൂര ഉണ്ടല്ലോ, ആ ലാഡർ ഉണ്ടല്ലോ, അവിടെ ആ മട്ടുപ്ലാവിൽ പോയിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോർ റൂമിൽ പോയിട്ട് നിങ്ങൾക്ക് ഒളിച്ചിരിക്കാം. ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈയിങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. വരുന്നവരോട് ഞാൻ എന്ത് പറയും? ഞാനാണ് ഇൻസ്ട്രുമെന്റ് ഔട്ട് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചത് ഞാനാണ്, മീൻ ഇത് പാടിയത്, ഇത് പുറത്തോട്ട് ഈ മ്യൂസിക് പാടിയത് ആരാണ്? ഞാനാണെന്ന് പറയാം. When I placed my fingers on the keyboard, they shook. അല്ലേ, ഞാൻ എൻ്റെ വിരലുകള് അതിന്റെ മുകളിൽ വെച്ചപ്പോ എന്റെ വിരലുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വിറക്കുന്നുണ്ടായിരുന്നു. അല്ലെ, വിറക്കുന്നുണ്ടായിരുന്നു. They shook. Shook പറഞ്ഞാൽ വിറക്കുക. And I hadn't practiced for 2.5 years. 2.5 വർഷത്തോളം ഞാൻ ഒരു പ്രാക്ടീസും ഈ പിയാനോ ഞാൻ വായിച്ചിട്ടേ ഇല്ല. 2.5 വർഷമായിട്ട് ഞാൻ ഒരു പ്രാക്ടീസും ചെയ്തിട്ടില്ല. Many fingers were stiff. എൻ്റെ വിരലുകളെല്ലാം, എൻ്റെ ഒരുവിധം വിരലുകളെല്ലാം എന്തായിട്ടുണ്ട്? സ്റ്റിഫായിട്ടുണ്ട്, പരുക്കനായിട്ടുണ്ട്, കട്ടിയുള്ളതായിട്ടുണ്ട്. ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. എൻ്റെ വിരലുകളൊക്കെ എന്തുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്? ചളിയുടെ കട്ട എന്ത് ചെയ്തിട്ടുണ്ട്? പൊടിയും ചളിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. കാരണം കുളി നനയൊന്നും ഇല്ലാതെ ഒളിവിൽ ഇങ്ങനെ താമസിക്കല്ലേ. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നൈൽസ് ഫോർ സം വീക്സ്. അല്ലെ, ഒരുപാട് വീക്കുകളായിട്ട് ആഴ്ചകളോളമായിട്ട് എൻ്റെ നഖം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഈ പിയാനോ വായിക്കുന്ന ഒരാളുകളുടെ നഖവും വിരലുകളൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു സ്മൂത്ത്നെസ്സും ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഐ പ്ലേഡ് ചോപ്പിൻസ് നക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. അല്ലെ, ഞാൻ എന്ത് പാടിക്കൊടുത്തു? ചോപ്പിൻസിന്റെ നക്ടേൺ എന്ന് പറയുന്ന മ്യൂസിക് സി ഷാർപ്പ് മൈനറിലിട്ടിട്ട്. സി ഷാർപ്പ് മൈനർ എന്ന് പറഞ്ഞാൽ പിയാനോയിലുള്ള ഒരു സി എന്ന് പറയുന്ന ഒരു കീ ആയിരിക്കും. ഓക്കെ, അതിന്റെ ഒരു മ്യൂസിക് ആ കീയിലിട്ടിട്ട് ആ ഒരു ഇതിലിട്ടിട്ട് പാടിക്കൊടുത്തു. സി ഷാർപ്പ് മൈനറിലിട്ടിട്ട് നക്ടേൺ എന്ന് പറയുന്ന ഒരു സാഡ് മ്യൂസിക് ആണ് കേട്ടോ. അത് ചെയ്തിട്ടുള്ളത് ചോപ്പിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്, ഫ്രെഡറിക് ചോപ്പിൻ. ഓക്കെ, എ സോഫ്റ്റ് ആൻഡ് ഇമോഷണൽ പീസ് ഓഫ് മ്യൂസിക് നക്ടേൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മ്യൂസിക് ആണ്. അത് ചെയ്തിട്ടുള്ളത് ഫ്രെഡറിക് ചോപ്പിൻ ആണ്. കമ്പോസറിന്റെ മ്യൂസിക്കൽ കീ ഓഫ് ദ സി ഷാർപ്പ് മൈനറിൽ ഇട്ടിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് അദ്ദേഹം പാടിക്കൊടുത്തത്, അദ്ദേഹം പ്ലേ ചെയ്തത്. വെൻ ഐ ഫിനിഷ് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് എയറേ. എന്താണ്? ഞാനത് ഫിനിഷ് ചെയ്തപ്പോൾ, ആ ഒരു സംഗീതം ഫിനിഷ് ചെയ്തപ്പോൾ അവിടെ മൊത്തം ദ സൈലൻസ് സീംഡ് ഗ്ലൂമി, ആ ഒരു സൈലൻസ്, ആ ഒരു നിശബ്ദത എന്തായി? ഒരു ഗ്ലൂമി, ഒരു സാഡ് ആയിട്ടുള്ള ഒരു സങ്കടാവസ്ഥയിലോട്ട് മൊത്തത്തിൽ അത് പോയി. ആൻഡ് എറേ മീൻസ് എന്താണ് മക്കളെ? ഒരു ഭയം, അല്ലെ, മൊത്തം ഒരു സങ്കടവും ഭയമൊക്കെ നിറഞ്ഞ ഒരു സൈലന്റ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് അത് എത്തി. I heard a shot down below outside the building. ബിൽഡിങ്ങിന്റെ താഴെ നിന്നിട്ട് ഞാൻ എന്ത് കേൾക്കുന്നുണ്ടായിരുന്നു? വെടി ഉണ്ടകളുടെ ശബ്ദങ്ങൾ, അല്ലെ, വെടി പൊട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. എ ഹാർഷ് ലൗഡ് ജർമ്മൻ നോസ്. അതിന്റെ കൂടെ എന്തും കൂടെ കേൾക്കുന്നുണ്ട്? നല്ല ഹാർഷ് ആയിട്ടുള്ള വലിയ നല്ല മുരളുന്ന ശബ്ദത്തിലുള്ള ജർമ്മൻ പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ജർമ്മൻസിന്റെ വോയിസും കൂടെ താഴെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. The officer looked at me in silence. ആ ഓഫീസർ എന്നെ വളരെ സൈലന്റ് ആയിട്ട് കുറച്ചു നേരം നോക്കി. After a while, he sighed and muttered. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഒന്ന് നെടുവേർപ്പിട്ട്, സൈൻ മീൻസ് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹി ആൻഡ് മട്ടേഡ്, പതുക്കെ പിറുപിറുത്ത് പറയാനാണ് കേട്ടോ മട്ടേൺ എന്ന് പറയുന്നത്. മട്ടേൺ മീൻസ് പതുക്കെ പിറുപിറുത്ത് കൊണ്ട് പറയാം, അതിനാണ് മട്ടേൺ. All the same, you shouldn't stay here. I will take you out of the city to a village. You will be safer. Okay, all the same time, അല്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫുൾ ടൈം you shouldn't stay here. നിങ്ങൾക്ക് ഇവിടെ ഇനി താമസിക്കാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ കഴിയില്ല. I will take you out of the city. ഞാൻ നിങ്ങളെ സിറ്റിയിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുപോവാം. To a village, ഒരു വില്ലേജിലോട്ട്. You will be safer there. നിങ്ങൾ അവിടെ എന്തായിരിക്കും? സേഫ് ആയിരിക്കും. ഓക്കെ, then I shook my head. ഞാൻ എൻ്റെ ഹെഡ് ഇങ്ങനെ ആട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ ആട്ടലല്ല, ഇങ്ങനെ ആട്ടിക്കൊണ്ടാട്ടോ. നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലയാട്ടും അല്ലേ, അങ്ങനെ ആട്ടിക്കൊണ്ട് പറഞ്ഞു. I can't leave this place. എനിക്ക് ഈ ഒരു പ്ലേസ് വിട്ടിട്ട് പോവാൻ സാധിക്കില്ല. I said firmly. Firmly എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചുകൊണ്ട് പറയുക.
Only now did he seem to understand my real reason for hiding among the ruins. എനിക്ക് തോന്നി ഇപ്പോഴാണ് അല്ലേ, ഓൺലി നൗ ഡിഡ് ഹി സീം ടു, ഇപ്പോ ഈ നിമിഷമാണ് അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു റൂയിൻസിന്റെ ഉള്ളിൽ, മീൻസ് ഈ ഒരു ഇടിച്ചു പൊളിഞ്ഞ സാധനങ്ങൾ, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഞാനിവിടെ ഒളിച്ചു നിൽക്കുന്നതിന്റെ യഥാർത്ഥ റീസൺ ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. നിങ്ങൾ ജൂ ആണോ, നിങ്ങൾ ജൂതനാണോ, നിങ്ങൾ ജൂയിഷ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. യെസ് യെസ് വെൽ, അതെ അതെ അതെ. ഓക്കെ, ഹി മർമഡ്. ഒന്ന് മർമഡ് എന്ന പിറുപിറുക്ക, പതുക്കെ പറയാ കേട്ടോ. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൻറ്റ് ലീവ്, വേർ ആർ യു ഹൈഡിങ്, അല്ലേ? ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരുന്നത്? ഓക്കെ, ഇൻ ദി ആറ്റിക്. എവിടെയാണ്? അവിടെയാണ് നമ്മുടെ സ്റ്റോറിയുടെ പേരൊന്ന് വന്നതില്ലേ മക്കളെ? എവിടെ? ആ ആറ്റിക്കിൽ, ആ മേൽക്കൂരയിൽ, ആ മച്ചിൻ പുറത്ത്, അല്ലെ? ആ ഒരു മച്ചിൻ പുറത്ത്, ആ മേൽക്കൂരയിൽ, വീടിന്റെ മുകളിലുള്ള മച്ചിൻ പുറത്ത്, ആ മേൽക്കൂരയിലായിരുന്നു, മട്ടുപ്ലാവിലായിരുന്നു ഞാൻ ഒളിച്ചിരുന്നത്. ഹി ഇൻസ്പെക്ടഡ് ദ ആറ്റിക്. അതേ ഇങ്ങനെ വന്നിട്ട് ആ ആറ്റിക് ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്നിങ്ങനെ അന്വേഷണ ഭാഗത്തോട് കൂടിയിട്ട്, ഓഫീസർ അല്ലേ, അദ്ദേഹം മൊത്തം ആറ്റിക് ഒന്ന് പരിശോധിച്ചു. ഓക്കെ, ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. അദ്ദേഹം ഒരു കാര്യം അവിടെ കണ്ടെത്തി, ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം. ഐ ലോഫ്റ്റ് മെയ്ഡ് എ ബ്രെഡ്സ് ഡയറക്ട്ലി അബോവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ലോഫ്റ്റ് ഉണ്ടായിരുന്നു. ലോഫ്റ്റ് എന്ന് പറഞ്ഞ ആറ്റിക് പോലെ തന്നെ, നമ്മൾ ഈ അതിന്റെ ഉള്ളിൽ ഒരു അറയും കൂടെ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓൾറെഡി ആറ്റിക്കാണ്, മുകളിൽ കാണാത്ത രീതിയിലുള്ള മട്ടുപ്ലാവാണ്. അതിന്റെ ഉള്ളിൽ ചെറിയൊരു എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് മറ്റൊരു അറയും കൂടെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളില് മറ്റൊരു അറ. ഓക്കെ, ലോഫ്റ്റ് പറയുമ്പോൾ അതിനുള്ളിൽ ഒന്നും കൂടെ മരം കൊണ്ടൊക്കെ അടിച്ചിട്ട് അതിനുള്ളിൽ ഒന്നും കൂടെ ഒരു അറ ഉണ്ടായിരുന്നു. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. ഓഫീസർ പറയാണ്, അദ്ദേഹം ചിന്തിക്കുന്നു, നിങ്ങൾ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. അദ്ദേഹം ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കഴിക്കാനുണ്ടോ? ഓക്കെ, നോ ഐ സെഡ്, ഇല്ല. ഓക്കെ, വെൽ നെവർ മൈൻഡ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നെവർ മൈൻഡ്, വിഷയാക്കണ്ട. ഹി ആഡഡ് ഹാസ്റ്റലി. അദ്ദേഹം വളരെ പെട്ടെന്ന് ചേർത്ത്, ഹാസ്റ്റലി മീൻസ് കൂട്ടിച്ചേർത്ത് പെട്ടെന്ന് ധൃതിയിൽ പറയാണ്, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് കൊണ്ടുതരാം. ഓക്കെ, ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, ആർ യു ജർമ്മൻ. ആ ഒരു സമയത്ത് മാത്രമാണ്, ഇപ്പൊ ഇത്രയും സംസാരിച്ചപ്പോ ഒന്നും ചോദിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് മാത്രമാണ് എനിക്കൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ള വെഞ്ചർ വന്നത്, ധൈര്യം, പുറത്തേക്കുള്ള ധൈര്യം വന്നത്. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം വന്നത്. അദ്ദേഹം എന്താണ് ചോദിച്ചത്? നിങ്ങളൊരു ജർമ്മൻ തന്നെയാണോ? ജർമ്മൻ ആയിരുന്നെങ്കിൽ കണ്ട സ്പോട്ടിൽ അദ്ദേഹത്തെ വെടിവെക്കും. ശരിക്കും ജർമ്മൻ ഓഫീസർ ഒരു ജൂ ആയിട്ടുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ വെടിവെച്ച് തീർക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇത്രയും നന്നായിട്ട് സംസാരിച്ച് ഒളിക്കാനുള്ള താമസ സ്ഥലമൊക്കെ പറഞ്ഞെടുത്ത് ഫുഡ് കൊണ്ടുവരാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളൊരു ജർമ്മൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസേഴ്സ് ഇൻ agitation as if my question had been an insult. അല്ലെ, എന്റെ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ അൻ ഇൻസൾട്ട്, എന്റെ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് ഒരു അപമാനമായിട്ട്, ഒരു ഇൻസൾട്ട് ആയിട്ട് പോലെ, അതുപോലെ തന്നെ അദ്ദേഹം ഇൻസൾട്ട് ആയതുപോലെ അദ്ദേഹം ആൻസർ പറഞ്ഞ കുറച്ച് ശബ്ദത്തില് കുറച്ച് ബുദ്ധിമുട്ടോട് കൂടിയിട്ട്, അദ്ദേഹത്തിനൊരു ആശയക്കുഴപ്പത്തോട് കൂടിയിട്ട്, അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ട് ഞാൻ ചോദിച്ച ചോദ്യം അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ശബ്ദമൊക്കെ ഉയർത്തി അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതി കൊണ്ട് അദ്ദേഹം ഒന്ന് ശബ്ദമൊക്കെ ഉയർത്തിയിട്ട് പറയാണ്, യെസ് ഐ ആം, അതെ ഞാൻ എന്താണ്, യെസ് ഐ ആം, ഞാനൊരു ജൂയിഷ് ആണ്. And I am ashamed of it after everything that's been happened. ഓക്കെ, ഞാനൊരു ജൂ ആണ്, പക്ഷെ എനിക്കതിൽ നാണക്കേടുണ്ട്, എൻ്റെ കയ്യിൽ അഷേമുണ്ട്, ഷെയിമാണ്. അതോർത്തിട്ട് എനിക്ക് നാണക്കേടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യം പോലും ആലോചിച്ചിട്ടും. ഓക്കെ, എവറിത്തിങ് ദാറ്റ്സ് ഹാസ് ബീൻ ഹാപ്പനിങ്, അല്ലെ? എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യം ആലോചിച്ചിട്ടും എന്താണ്, എനിക്കതിൽ എന്തുണ്ട്, ഒരു നാണക്കേടുണ്ട്. Abruptly he shook hands with me and left. വളരെ പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ നിന്നും ഷേക്ക് ഹാൻഡ് തന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്.
3 days passed before he reappeared. അല്ലെ, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അതിനുശേഷം അദ്ദേഹം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇറ്റ് വാസ് ഈവനിങ്, അതൊരു വൈകുന്നേരമായിരുന്നു. എ പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. പിച്ച് ഡാർക്ക് പറഞ്ഞാൽ നല്ല കൂരാകൂരിരുട്ട് എന്ന് പറയുന്നത്, നല്ല ഇരുട്ട് കേട്ടോ. ആൻഡ് വെൻ ഐ ഹേർഡ് ദ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്, എൻ്റെ ലോഫ്റ്റിന്റെ താഴെ നിന്നും ഒരു ചെറിയ മന്ത്രിക്കുന്ന, ഒരു ചെറിയ പതുങ്ങിയ ശബ്ദത്തിലുള്ള ഒരു വിസ്പർ മീൻസ് മന്ത്രിക്കുക, സ്വകാര്യം പറയുക. ഓക്കെ, അങ്ങനെ ഒരു ശബ്ദം ഞാൻ ആ ഒരു താഴെ നിന്നും കേട്ടപ്പോൾ, ഹലോ ഹൗ ആർ യു ദർ, ഹലോ ആർ യു ദർ, ഹലോ നിങ്ങൾ അവിടെ ഉണ്ടോ എന്നാണ് ചോദ്യം. യെസ് ഐ എം ഹിയർ, യെസ് ഐ എം ഹിയർ, അതെ ഞാൻ ഇവിടെ ഉണ്ട്, ഐ റിപ്ലൈഡ്. സൂൺ afterward something heavy landed beside me. കുറച്ച് സമയത്തിന് ശേഷം ഒരു ഹെവി ആയിട്ടുള്ള, ഒരു വലിയ കട്ടിയുള്ള ഒരു സംഭവം എൻ്റെ അടുത്തോട്ട് വന്നു. ത്രൂ ദ പേപ്പർ, ഒരു പേപ്പറിലൂടെ. I felt several loaves and something soft which later turned out to be jam wrapped in grease-proof paper. അല്ലേ, എനിക്ക് തോന്നുന്നു അതെന്തായിട്ടാ ഫീൽ ചെയ്തത്? ലോഫ്സ് പറഞ്ഞ 1-2 ബ്രെഡ് അല്ല, ഒരുപാട് ബ്രെഡുകൾ. ആൻഡ് സംതിങ് സോഫ്റ്റ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി എ ജാം റാപ്പിഡ്. അത് മാത്രമല്ല, ജാം അല്ലേ, ബ്രെഡിന്റെ ഉള്ളിൽ ചെയ്യുന്ന ജാം. റാപ്പിഡ് മീൻസ് പൊതിയ, റാപ്പിഡ് മീൻസ് പൊതിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പൊതിഞ്ഞിട്ടുള്ളത്? ഗ്രീസ് പ്രൂഫ് പേപ്പർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഭക്ഷണമൊക്കെ പൊതിഞ്ഞു വരുന്ന, അതിലെ മെഴുകും കാര്യങ്ങളൊക്കെ വെണ്ണയൊന്നും ആകാത്ത രീതിയിലുള്ള ഒരു പേപ്പേഴ്സ് ഉണ്ടാവും. ഒരു നമ്മളിവിടുത്തെ ഓയിൽ പേപ്പർ എന്ന് പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് പേപ്പർ. ആ ഭക്ഷണം പൊതിയുന്ന ആ പേപ്പറിൻ്റെ ഉള്ളില് അതിങ്ങനെ പൊതിഞ്ഞിട്ട്, ലോഫ്സും ബ്രെഡും ഒക്കെ പാടെ പൊതിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടു കൊടുത്തിട്ടുള്ളത്. I quickly put the package to one side and called, wait a moment. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ പാക്കേജ്, എനിക്ക് കൊണ്ടു തന്ന ആ പാക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പറയാണ്, വെയിറ്റ് എ മോമെന്റ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻ. പക്ഷെ ആ താഴെയുള്ള ഡാർക്ക് സൗണ്ടിലുള്ള വോയിസ് എന്തായിരുന്നു? അക്ഷമനായിരുന്നു ആ സൗണ്ട്. വാട്ട് ഇസ് ഇറ്റ്, എന്താണ്? ഹറി അപ്പ്, വളരെ പെട്ടെന്ന് പറയൂ. The guards saw me come in here. ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എൻ്റെ ഗാർഡ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എൻ്റെ കൂടെയുള്ള മറ്റു ഗാർഡുകൾ അല്ലേ, അവിടെയുള്ള കുറച്ച് ജർമ്മൻ പട്ടാളക്കാരുണ്ടല്ലോ, ബാക്കി വരുന്നേ ജർമ്മനിലെ ആളുകൾ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ജർമ്മൻ ഗാർഡ്സ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പറയൂ എന്താണെന്ന്. ആൻഡ് ഐ മസ്റ്റ്ന്റ് സ്റ്റേ ലോങ്. എനിക്കിവിടെ ഒരുപാട് സമയം നിൽക്കാൻ കഴിയില്ല. ജസ്റ്റ് ഹാങ് എ ഫ്യൂ മോർ വീക്സ്. നിങ്ങൾ എന്ത് ചെയ്യൂ, കുറച്ച് 2-3 ആഴ്ച കൂടെ നിങ്ങൾ ക്ഷമിക്കൂ. ഹാങ് ഓൺ മീൻസ് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. അല്ലെ, ലേറ്റസ്റ്റ് സ്പ്രിങ്ങോട് കൂടി, ഇനി വരാൻ പോകുന്ന സ്പ്രിങ്ങോട് കൂടിയിട്ട് വാർ ഏകദേശം തീരുമാനമാവും. അല്ലെ, വാർ തീരും. ഓവർ മീൻസ് എന്താണ്? വാർ അവസാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യൂ, ഒരു 2-3 വീക്കും കൂടെ നിങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കൂ, വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. The voice will silent. വോയിസ് എന്തായി മക്കളെ? പെട്ടെന്ന് ആ കേട്ട വോയിസ് എന്തായി? പെട്ടെന്ന് സൈലന്റ് ആയി. അല്ലെ എന്ന് പറഞ്ഞു, പെട്ടെന്ന് സൈലന്റ് ആയി. I didn't know if the officer was still there. എനിക്കറിയില്ല അദ്ദേഹം ഇപ്പൊ അവിടെ ഉണ്ടോ, or if he had gone. അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിന് ഇപ്പോ അറിയില്ല. മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ബട്ട് സഡൻലി he spoke again. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സംസാരിക്കുകയാണ്. You must hang on. Do you hear? നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ലേ? നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്കൊണ്ട് അതിന് കഴിയില്ലേ എന്ന് ചോദിക്കാണ്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഡു യു ഹിയർ എന്നാണ് ചോദിക്കുന്നത്. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്. അദ്ദേഹത്തിന്റെ സൗണ്ട് കുറച്ച് റഫാണ്, കുറച്ച് സ്ട്രോങ്ങിലാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി were giving an order. അല്ലെ, ഏകദേശം എനിക്കൊരു ഓർഡർ തരുന്ന പോലെ. അല്ലെ, ഓഫീസേഴ്സ്മാരൊക്കെ ഓർഡർ കൊടുക്കാണ്, ആജ്ഞാപിക്കുകയാണല്ലോ ചെയ്യുക. ഏകദേശം ഒരു ഓർഡർ തരുന്ന പോലെ, ആജ്ഞാപിക്കുന്ന പോലെ കുറച്ച് ഹാർഷായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. Convincing me of his unyielding belief that the war would end well for us. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒരു ഓർഡർ പോലെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്, സമാധാനിപ്പിക്കുകയാണ്, ഉൾക്കൊള്ളിപ്പിക്കുന്നത് എന്താണ്? വാർ ഏകദേശം എന്ത് ചെയ്യും? അവസാനിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അടങ്ങാത്ത വിശ്വാസം, അൺയീൽഡിങ് ബിലീവ്സ്. അല്ലെ, എന്താണ്? അദ്ദേഹത്തിന്റെ വഴങ്ങാത്ത മീൻസ് അദ്ദേഹത്തിന് അടങ്ങാത്ത ആഗ്രഹം. അല്ലെ, അദ്ദേഹത്തിന്റെ ആ വഴങ്ങാത്ത ആഗ്രഹം, വിശ്വാസം, വാർ എന്തുകൊണ്ടും അവസാനിക്കും, നമുക്ക് 2 പേർക്കും നല്ലതിനായിട്ട് യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്?
വിശ്വസിപ്പിക്കുകയാണ് പറഞ്ഞുകൊണ്ട്. Only then did I hear the quiet sound of the attic door closing. അതിനുശേഷം അദ്ദേഹം കേൾക്കാൻ സാധിച്ചത് എന്ത് മാത്രമാണ്? ആ ആറ്റിക്കിന്റെ ഡോറ് ക്ലോസ് ചെയ്യുന്ന ശബ്ദമാണ്. മോണോട്ടണമസ്. എന്താണ് മോണോട്ടണസ് എന്ന് പറഞ്ഞ മക്കളെ? ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. എന്താണ്? ഒട്ടും മാറ്റമില്ലാത്ത, പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലാത്ത, ഒരു മാറ്റവും ഇല്ലാത്ത, ഹോപ്പ്ലെസ് ആയിട്ടുള്ള, പ്രതീക്ഷകൾ ഇല്ലാത്ത, ഒരു മാറ്റവും ഇല്ലാത്ത വീക്സ് പാസ്ഡ് ബൈ, കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. എനിക്ക് എന്ത് കേൾക്കാൻ കഴിഞ്ഞു? വളരെ കുറഞ്ഞ ശബ്ദത്തോട് കൂടിയിട്ടുള്ള ആർട്ടിലറി ഫയർ. ആർട്ടിലറി മീൻസ് ഇങ്ങനെ ഈ വെടിയുണ്ടകളൊക്കെ വെക്കുന്ന രീതിയിലുള്ള വലിയ ഗണ്ണുകൾ ഉണ്ടല്ലോ, 1-2 അല്ല, തുരുതുരോലെ വെക്കുന്ന രീതിയിലുള്ള അതാണ് കേട്ടോ. അങ്ങനെയുള്ള ആർട്ടിലറി ഫയേഴ്സിന്റെ ഒക്കെ സൗണ്ട് വളരെ കുറച്ച് കേൾക്കാൻ തുടങ്ങി. There were days when not a single shot broke the silence. അല്ലെ? അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ എന്തില്ലായിരുന്നു മക്കളെ? ആ ഒരു സൈലൻസിലെ ഒരു വെടിവെച്ച ശബ്ദം പോലും കേൾക്കാത്ത കുറച്ച് ദിവസങ്ങൾ. Soldiers went up and down the stairs. അല്ലെ? തായോട്ടും മുകളിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേഴ്സ് മുകളിലോട്ടും തായോട്ടും കയറി പോകുന്നുണ്ട്. There were days when not a single shot broke the silence. അല്ലെ? ആ സൈലൻസില് ഒരു സിംഗിൾ ഷോട്ട് പോലും ഇല്ലാത്ത ദിവസങ്ങൾ. സോൾജിയേഴ്സ് വെന്റ് അപ്പ്. സോൾജിയേഴ്സ് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഡൗൺ ദ സ്റ്റേഴ്സ്. ഇതൊക്കെ കേൾക്കാൻ പറ്റും. ആ സ്റ്റേഴ്സ് ഇറങ്ങി പോകുന്നുണ്ട്. ഓഫൻ ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ് ടു ദ ആറ്റിക്. അദ്ദേഹം നിൽക്കുന്ന ആറ്റിക്കിന്റെ ആ ഭാഗത്തോട്ട്, മീൻ ആറ്റിക്ക്, ഇതിപ്പോ അദ്ദേഹത്തിന്റെ ആറ്റിക്ക് നിങ്ങൾ സങ്കല്പിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു വലിയ ആറ്റിക്ക്. അപ്പോൾ നമ്മൾ ഈ റാക്കിന്റെ മുകളിലോട്ട് ഇടുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ ഉള്ളിലൊരു അറയിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പൊ ഇത് കാണുന്നില്ല. അപ്പൊ ആറ്റിക്കിന്റെ മുകളിലോട്ടൊക്കെ പാക്കേജുകൾ കൊണ്ടുപോകുന്നുണ്ട്, ചിലതൊക്കെ വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം അതിനുള്ളിൽ ഇരിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. സോ ഓഫൻ ബ്രിങ്ങിങ് ലാർജ് പാക്കേജ് അപ് ടു ദ ആറ്റിക്. ആറ്റിക്കിലോട്ട് വലിയ പാക്കുകളൊക്കെ, വെടിയുണ്ടകളൊക്കെ ആയിരിക്കാം ചിലപ്പം. അപ്പൊ വലിയ പാക്കുകളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. ചിലതൊക്കെ വലിച്ചുകൊണ്ട് താഴോട്ട് പോകുന്നുണ്ട്. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചൂസൺ. പക്ഷെ ഞാൻ ഒളിച്ചിരിക്കാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം എന്തായാലും നല്ല അടിപൊളി ചൂസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു പ്ലേസ് തന്നെയാണ്. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഒരാൾ പോലും ആ ലോഫ്റ്റിന്റെ ഉള്ളിൽ വന്ന് സെർച്ച് ചെയ്യാന്ന് ചിന്തിക്കില്ല. ഓൺ 12th December the officer came for the last time. അവസാനമായിട്ട് ആ ഓഫീസർ എന്നെ കാണാൻ വന്നത് ഡിസംബർ 12 He brought me a larger supply of bread than before and a warm either down. അല്ലെ? അത് ഈ പ്രാവശ്യം വന്നപ്പോൾ എപ്പത്തെയും പോലെയല്ല, ഒരു വലിയ ക്വാണ്ടിറ്റിയിലുള്ള ബ്രെഡ്, ഒരുപാട് ബ്രെഡ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബിഫോർ, ഇതിന് മുമ്പ് കൊണ്ടുവന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ. ആൻഡ് വാം ഏതർ ഡൗൺ എന്ന് പറഞ്ഞാൽ, ഏതർ ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. തണുപ്പ് കാലത്തൊക്കെ ഉള്ള ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിങ് വാൾസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം വാൾസോ വിട്ട് പോവുകയാണ്. ഐ മീൻ ഇവര് പോളണ്ടിൽ വാൾസോ എന്ന് പറയുന്ന പ്ലേസിലാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയാണ് അദ്ദേഹം വാൾസോ വിട്ടിട്ട് പോവുകയാണ്. വാൾസോ വിട്ടിട്ട് അദ്ദേഹം പോവുകയാണ്. കൂടെ ആരുണ്ട്? വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ് മീൻസ് ഒരു വലിയ സോൾജിയർ, ഐ മീൻ ജർമ്മൻ ആളുടെ കൂടെ അവരുടെ അണ്ടറിൽ ഉണ്ടാവുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അല്ലെ? ഒരു കൂട്ടം അദ്ദേഹത്തിന് താഴെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? അവരും കൂടെ എന്ത് ചെയ്യാണ്? വാൾസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ്, ഞാനും എന്റെ ടീമും ഇവിടെ നിന്ന് പോവുകയാണ്. And I must on no account lose heart. And I must on no account lose heart. അതിന്റെ കൂടെ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? നിങ്ങൾ ഒരിക്കലും ഇനി നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടരുത്. അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ടീമിന്റെ കൂടെ പോവുകയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഓൺ നോ അക്കൗണ്ട് ഓഫ് ലൂസ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹൃദയത്തിന്റെ ആത്മവിശ്വാസം പറഞ്ഞാൽ എന്താ? ഹൃദയത്തിന്റെ ആത്മധൈര്യം ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്? ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് ആകാംക്ഷയോടുകൂടി അക്ഷമനായിക്കൊണ്ട് ഞാൻ ചോദിച്ചു. പക്ഷെ എങ്ങനെ ഞാൻ ഈ ഒരു തെരുവ് യുദ്ധത്തെ അതിജീവിക്കും? എങ്ങനെ ഞാൻ ഈ തെരുവ് യുദ്ധത്തെ അതിജീവിക്കുമെന്ന് ഞാൻ വളരെ അക്ഷമനായിക്കൊണ്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർനോ ഫോർ over 5 years,
ഏകദേശം 5 വർഷത്തോളമായിട്ട് ഈ ഇൻഫെർണോ മീൻസ് ഈ നരക തുല്യമായിട്ടുള്ള യാതന, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ നരക തുല്യമായിട്ടുള്ള ഈ യുദ്ധം 5 വർഷത്തോളം നീയും ഞാനും അതിജീവിച്ച് മുന്നോട്ട് പോയില്ലേ, അതുപോലെ എന്നാണ് പറയാൻ പോകുന്നത് അല്ലെ. 5 വർഷത്തോളമായിട്ട് ഈ കാണുന്ന ഈ നരകയാതന നീയും ഞാനും അതിജീവിച്ചു അല്ലെ. ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബിയസ്ലി God's will for us to live. തീർച്ചയായും അത് എന്തുകൊണ്ടാണ് നമ്മളെ കൊണ്ട് സാധിച്ചത്? ദൈവം നമ്മൾ രണ്ടുപേരും ജീവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ. അത് ദൈവത്തിന്റെ തീരുമാനമാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ. We had already said goodbye. അദ്ദേഹം എന്നോട് എന്ത് ചെയ്തു? ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി യാത്ര പറഞ്ഞു കഴിഞ്ഞു. And he was about to go. അദ്ദേഹത്തിന് തീർച്ചയായും പോവേണ്ടതായിട്ടുണ്ട്. When an idea came to me at the last moment, അദ്ദേഹം പോകുമ്പോൾ ലാസ്റ്റ് മൊമെന്റിലാണ് എൻ്റെ മൈൻഡിലോട്ട് ഒരു ഐഡിയ വന്നത്, എൻ്റെ മൈൻഡിലോട്ട് ഒരു ചിന്ത വന്നത്. I had a long been racking my brains for some way of showing him my gratitude. ഒരുപാട് കാലമായിട്ട് എൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടത്, റാക്കിംഗ് മീൻസ് ഡിസ്റ്റർബ് ചെയ്ത് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ നമ്മളെ തലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ, അത് കുറേ നാളായിട്ട് അത് ചെയ്യണം ഇങ്ങനെ കുറേ നാളായിട്ട് എൻ്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന, കുറേ നാളായിട്ട് എൻ്റെ മൈൻഡിൽ തങ്ങിക്കൊണ്ട് നിന്നിരുന്ന ആ ഒരു കാര്യം, ഫോർ വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. എങ്ങനെ അദ്ദേഹത്തോട് എൻ്റെ നന്ദി കാണിക്കും, എങ്ങനെ അദ്ദേഹത്തോട് എൻ്റെ കടപ്പാട് കാണിക്കും. എനിക്ക് അദ്ദേഹത്തോട് എൻ്റെ കടപ്പാട് കാണിക്കണം, എനിക്ക് അദ്ദേഹത്തോട് എൻ്റെ നന്ദി പറയണം, എനിക്ക് അദ്ദേഹത്തോട് എൻ്റെ നന്ദി കാണിക്കണം, തിരിച്ച് അദ്ദേഹത്തോട് എനിക്ക് കടപ്പാട്, എൻ്റെ നന്ദി എനിക്ക് അറിയിക്കണം. ഇങ്ങനെയുള്ള എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കുറേ കാലത്തോളമായിട്ട് എന്നെ മൈൻഡിൽ കടന്നിരുന്ന എൻ്റെ ബ്രെയിനിൽ ചെയ്തിരുന്ന ആ ചിന്തയുണ്ടല്ലോ, അത് ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് അപ്പോഴാണ് വന്നത്. ലിസൺ, ഒരു മിനിറ്റ്, ലിസൺ, ഒന്ന് ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയില്ല, അങ്ങനെ പറയില്ല നമ്മള്, ജസ്റ്റ് ലിസൺ, ഇതൊന്ന് കേൾക്കൂ എന്നൊക്കെ പറയില്ല, അതുപോലെ. ഐ ലുക്ക് ഹിസ് ഹാൻഡ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ ഒരു സോൾജിയറുടെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, ഐ ബിഗൻ ടു സ്പീക്കിംഗ് അർജന്റ്ലി. ഞാൻ വളരെ അർജന്റായിട്ട് വളരെ വേഗത്തിൽ സംസാരിക്കുകയാണ്. ഐ നെവർ ടോൾഡ് യു മൈ നെയിം, യു ഡിഡിൻ ആസ്ക് മീ. ഞാൻ ഒരിക്കലും എൻ്റെ പേര് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നോട് അത് ചോദിച്ചിട്ടുമില്ല. ഓക്കെ, ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് ഓർക്കണമെന്ന്, നിങ്ങളത് റിമെമ്പർ ചെയ്യണം, എൻ്റെ പേര് നിങ്ങൾ ഓർക്കണം, എൻ്റെ പേര് നിങ്ങൾ അറിയണം, എൻ്റെ പേര് നിങ്ങൾ ഓർമ്മയിൽ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൺ. ആർക്കറിയാം എന്ത് സംഭവിക്കും, ആർക്കറിയാം ഇനി ആർക്കൊക്കെ എന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കും, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, അതിന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് വീട്ടിലോട്ട്. ഇഫ് ഐ സർവൈവ്, ഞാൻ ഇനി ഇതിനെ അതിജീവിക്കുകയാണെങ്കിൽ, ഈ യുദ്ധത്തെ ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ, ഐ വിൽ certainly be working for Polish radio again. I was there before the war. അല്ലെ, വാറിന് മുമ്പായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന പോളിഷ് റേഡിയോയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ തന്നെ തീർച്ചയായും ഞാൻ അവിടെ തന്നെ ജോലിയിൽ കയറും, ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യും, ഈ യുദ്ധത്തെ അതിജീവിക്കുകയാണെങ്കിൽ. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, ഏത് വിധേനയും ഏത് മാർഗവും എന്തു ആവട്ടെ, എങ്ങനെ ആവട്ടെ, എനി വേ ഞാൻ നിങ്ങളെ സഹായിക്കും. റിമെമ്പർ മൈ നെയിം സ്പിൽമാൻ പോളിഷ് റേഡിയോ. നിങ്ങൾ എൻ്റെ പേര് ഓർത്തു വെക്കൂ, ഞാൻ സ്പിൽമാൻ പോളിഷ് റേഡിയോ. ഓക്കെ. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. അദ്ദേഹം എപ്പോഴും ചിരിക്കുന്നത് പോലെ തന്നെ വളരെ ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി അദ്ദേഹം ചിരിച്ചു. ഹാഫ് ഷൈ ആൻഡ് എംബ്രാസറി, ഒരു ചെറിയൊരു നാണത്തോടു കൂടി, എന്നാലും എംബ്രാസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒരു സന്തോഷം, അതിയായൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഉള്ളിൽ. But I felt I had given him pleasure with my naive wish to help him. നൈവ് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചില കുട്ടികളുടെയൊക്കെ നമ്മുടെ ചില കുട്ടികളൊക്കെ അവരുടെ ആഗ്രഹം പറയുമ്പോൾ, ഓ പാവല്ലേ, നമ്മള് നിഷ്കളങ്കമായ മനസ്സിൽ തോന്നിയ ആഗ്രഹമല്ലേ, അങ്ങനെ പറയും നമ്മളല്ലേ. അതാണ് കേട്ടോ, അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള ആഗ്രഹം. എൻ്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആഗ്രഹം, അദ്ദേഹത്തോട് ആ നന്ദി അല്ലേ, അതെനിക്ക് ചെയ്യണമെന്നുള്ളത്, അദ്ദേഹം ചെയ്തിട്ടുള്ള ആ കടപ്പാട് അല്ലേ, അപ്പൊ എൻ്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ആഗ്രഹം ഞാനത് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഐ ഫെൽറ്റ്, അദ്ദേഹത്തിന് തോന്നാണ് അല്ലെ, ഐ ഹാഡ് ഗിവൻ ഹിം പ്ലഷർ, ഞാൻ അദ്ദേഹത്തിന് സന്തോഷം കൊടുത്തു. എന്ത്?
എന്റെ നിഷ്കളങ്കമായ ആഗ്രഹം വിഷ് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊരു സന്തോഷം കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നു. The fast had frost came in the middle of December. അല്ലെ, ഡിസംബറിന്റെ മിഡിൽ ആയിട്ടല്ലേ, ഒരു ഡിസംബർ മാസത്തിന്റെ ഒരു പകുതി ആയപ്പോൾ എന്തായി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഞ്ഞ് വീഴ്ചകൾ സംഭവിക്കും അല്ലെ. ഡിസംബറിലൊക്കെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാവും പോളണ്ട് നാട്ടിലൊക്കെ കേട്ടോ, രാജ്യത്തൊക്കെ. അപ്പൊ അവിടെ ഫ്രോസ്റ്റ് പറഞ്ഞ എന്താണ്, മഞ്ഞ് വീഴുക, മഞ്ഞുകെട്ടുകൾ വീഴുക അല്ലെ, നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ സംഭവിച്ചു. ക്രിസ്മസ് കെയിം, എന്തായി, ക്രിസ്മസ് വന്നു. ഡിസംബർ പകുതി കഴിഞ്ഞാലേ ക്രിസ്മസ്, 25-ാം തീയതി അല്ലേ, അപ്പൊ ക്രിസ്മസ് വന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, 1945 ക്രിസ്മസ് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് ജനുവരി 1 അല്ലേ, 1945 ന്യൂ ഇയറും വന്നു. ദ 6th ക്രിസ്മസ്, ആ ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ദ വാർ അല്ലെ, യുദ്ധകാലത്തുള്ള ഈ യുദ്ധകാലത്തുള്ള 6ാമത്തെ ക്രിസ്മസും 6ാമത്തെ ന്യൂ ഇയറുമാണ് അല്ലെ. ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ, ഞാൻ അനുഭവിച്ചിട്ടുള്ള, എനിക്കറിയാവുന്നതിൽ വെച്ച് ഞാൻ അനുഭവിച്ചതിൽ വെച്ചുള്ള ഏറ്റവും മോശപ്പെട്ട ന്യൂ ഇയറും ക്രിസ്മസും. ഐ ലേ ഇൻ ദ ഡാർക്ക്, ഞാനിപ്പോ എവിടെയാണ്, ഞാൻ ഇരുട്ടിൽ കിടക്കുകയാണ്. ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്, എന്താണ്, എനിക്ക് എന്ത് കേൾക്കുന്നുണ്ട്, ആ കാറ്റിന്റെ, കൊടുങ്കാറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ലിസൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ ഹേർഡ് ദ സ്ക്യൂക്കിംഗ് ആൻഡ് റെസ്ലിംഗ് ഓഫ് ദ റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. ആറ്റിക്കിന്റെ ബാക്കിലും മുമ്പിലും, ബാക്ക് ആൻഡ് ഫോർത്ത് പറഞ്ഞാൽ എന്താ, ബാക്കിലും മുമ്പിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലും മുമ്പിലൂടെയൊക്കെ ഓടിക്കളിക്കുന്ന പെരിച്ചായി പോലത്തെ കീരികളുടെയും എലികളുടെയും ഒക്കെ റെസ്ലിംഗ് ആൻഡ് സ്ക്യൂക്കിംഗ് അല്ലെ, കലപില ചിലപില ശബ്ദങ്ങൾ. റെസ്ലിംഗ് ആൻഡ് സ്ക്യൂക്കിംഗ് പറഞ്ഞാൽ എന്താ, കിരികിരി കലപില കിലപില ശബ്ദങ്ങളില്ലേ, അതിനാണ് ഈ റെസ്ലിംഗ് ആൻഡ് സ്ക്യൂക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കലപില ശബ്ദങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നുണ്ട്. In my mind I went over every Christmas before. എന്റെ മനസ്സിലോട്ട് എന്ത് കയറി വന്നു, ഐ വെന്റ് ഓവർ, എന്റെ മനസ്സിലോട്ട് എന്ത് കയറി വന്നു, ഞാൻ ഇതിനു മുമ്പ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് എന്റെ ബിഫോർ, മുമ്പ് വന്നിട്ടുള്ള ആ ഒരു വാറിന്റെ പീരീഡിലുള്ളതിന് മുമ്പ് വന്നിട്ടുള്ള എന്റെ ലൈഫിൽ വന്നിട്ടുള്ള ക്രിസ്മസ് ഒക്കെ എന്റെ ഓർമ്മയിൽ വന്നു. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, എനിക്ക് എന്തുണ്ടായിരുന്നു, ആദ്യം എനിക്കൊരു വീടുണ്ടായിരുന്നു. പാരന്റ്സ്, എനിക്ക് രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു. 2 sisters, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് എ ബ്രദർ, എനിക്കൊരു ബ്രദറും ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ. പിന്നീട് ഞങ്ങൾക്ക് എന്തായി, സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വീടില്ലാതെയായി. ബട്ട് വി വർ ടുഗദർ, പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് എലോൺ, പക്ഷെ ശേഷം ഞാൻ എന്തായി, ഞാനിപ്പോ തനിച്ചാണ് അല്ലെ, തീർത്തും ഞാനിപ്പോ എന്താണ്, ഒറ്റക്കാണ്. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾസ്, എനിക്ക് ചുറ്റും മറ്റ് ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് നൗ ഐ വാസ് ലോങ് നിയർ, പക്ഷെ ഇപ്പൊ എന്തുണ്ട്, ഐ മീൻ ഫാമിലിയുടെ കൂടെ ശേഷം അദ്ദേഹം ഒറ്റക്കായിരുന്നു, പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ വാസ് ലോങ്, പക്ഷെ ഇപ്പോ ഈ ഒരു മൊമെന്റിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടവനാണ് അല്ലെ, ഒരു ഏകാഗിയാണ്. ഐ സപ്പോസ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്, ഞാൻ വിചാരിക്കുന്നു ഈ ഭൂമിയിൽ മറ്റാരെക്കാൾ കൂടുതലും, മറ്റാരും എന്നെ പോലെ ഒറ്റപ്പെട്ടില്ല, മറ്റാരെക്കാൾ കൂടുതലും ഈ ഭൂമിയിൽ എന്താണ്, ഞാൻ ഒറ്റപ്പെട്ടവനാണ്. ഐ ഹാഡ് ടു ബി അലോൺ, ഞാൻ ഒറ്റപ്പെട്ടവൻ ആയിക്കൊണ്ടേയിരിക്കണം. മീൻ എന്താണ്, ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം, ഞാൻ ഒറ്റപ്പെട്ട് തന്നെ ആവണം. എൻറ്റയർലി അലോൺ, തീർത്തും പൂർണ്ണമായും ഒറ്റപ്പെട്ട്. ഇഫ് ഐ വാണ്ട് ടു ലിവ്, എനിക്ക് ജീവിക്കണമെങ്കിൽ, ഐ മീൻ ഇപ്പൊ അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ട് നിന്ന് അവിടെ ആളുണ്ടെങ്കിൽ തീരുമാനമായില്ലേ. അപ്പൊ ഇപ്പൊ അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ മുമ്പോട്ട് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതിനെ അതിജീവിച്ച് ഇനി ജീവനോടൊക്കെ പുറത്തോട്ട് വരണമെങ്കിൽ അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് തന്നെ ആവണം, തീർത്തും ഒറ്റയ്ക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. ഓൺ 14th January unusual noises in the building and the street outside woke me. അങ്ങനെ ജനുവരി 14 അൺയൂഷ്വൽ ആയിട്ട്, സാധാരണ കേൾക്കുന്നത് പോലെ അല്ലാത്ത സൗണ്ടുകൾ ബിൽഡിങ്ങിൽ നിന്ന് കേൾക്കുകയാണ്. ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് woke me, സ്ട്രീറ്റ് പുറത്തു നിന്നിട്ടും സ്ട്രീറ്റിന്റെ ഉള്ളിൽ നിന്നും ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള സൗണ്ടുകൾ കേൾക്കുകയാണ്. ആൻഡ് ദാറ്റ് woke me, അത് അദ്ദേഹത്തെ ഉണർത്തി. അത് കേട്ടിട്ടാണ് അദ്ദേഹം ഉണർന്നത്. സോൾജിയേഴ്സ് റൺ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്, പട്ടാളക്കാർ മുകളിലോട്ട് ഓടുകയും താഴോട്ട് ഇറങ്ങുകയുമാണ്. ആൻഡ് ഐ ഹേർഡ് എജിറ്റേറ്റഡ്, എനിക്ക് കേൾക്കാം എന്ത്, അവർ അസ്വസ്ഥരാണ്. നെർവസ് വോയിസ്, നെർവസ് ആയിട്ടുള്ള, വളരെ ടെൻഷൻ ആയിട്ടുള്ള അല്ലെ, നെർവസ് ആയിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ടെൻഷൻ ഏറിയിട്ടുള്ള ആ ആകുലതകൾ നിറഞ്ഞിട്ടുള്ള ശബ്ദങ്ങൾ.
Early in the morning of 15th January, 15 ജനുവരി വളരെ മോർണിംഗിൽ, the sound of the artillery from the previously silent front was heard. എന്താണ് ആർട്ടിലറി സൗണ്ട്? ഫ്രണ്ടിൽ നിന്നും കേട്ടിരുന്ന, അതിന്റെ മുമ്പിൽ നിന്നും കേട്ടിരുന്ന ആർട്ടിലറി സൗണ്ട് എന്തായി? പ്രീവിയസ്ലി സൈലന്റ് ഫ്രണ്ട് വാസ് ഹിയേഴ്സ്. അല്ലെ, ഫ്രണ്ടിൽ നിന്ന് കേട്ടിരുന്ന സൈലന്റ് മുമ്പ് കേട്ടിരുന്ന സൈലന്റ് ആയിരുന്നേക്കാൾ കൂടുതൽ എന്തായി? സൗണ്ട് ഉണ്ടായി. ഓക്കെ. The ground and the walls of the building shook under the constant dull thunder. അല്ലെ, കണ്ടിന്യൂ ആയിട്ടുള്ള ആ വലിയ ഇടിമുഴക്കത്തിൽ നിന്നും, ആ മുഴക്കം കാരണം അവരുടെ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ടും അതുപോലെ ചുമരുകളും വാളും ഒക്കെ എന്ത് ചെയ്യാണ്? വിറക്കാണ്. അല്ലെ, അതിന് തരിക്കുകയാണ് കേട്ടോ. 3 hours later the heavy artillery fire died down again. 3 മണിക്കൂറിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ആ ഒരു വെടിവെപ്പിന് ശേഷം എന്തായി? വീണ്ടും എന്തായി? ഒന്ന് ഒതുങ്ങി. ഒന്ന് ഡൈഡ് ആണ്, ഒന്ന് മരണപ്പെട്ടു കാരണം എന്താണ്? അതിന്റെ ശബ്ദം ഒന്ന് താന്നു. ബട്ട് ഐ വാസ് നെർവസ് ആസ് ഐ എവർ. അല്ലെ, പക്ഷെ അദ്ദേഹം എന്താണ്? നെർവസ് ആണ്. ഇതിനു മുമ്പ് നെർവസിനേക്കാൾ കൂടുതൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇപ്പൊ നെർവസ് ആണ്. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ആ ഒരു രാത്രി മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങിയിട്ടില്ല. The street fighting will begin at any moment and I could be killed. ആ തെരുവുയുദ്ധം ഏത് നിമിഷവും സ്റ്റാർട്ട് ചെയ്യാം, ഒരു പക്ഷെ ഞാൻ എന്ത് ചെയ്യാം? മരണപ്പെട്ടേക്കാം. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഉറങ്ങാത്തത്. The night passed peacefully. ആ ഒരു രാത്രി വളരെ സമാധാനത്തോടു കൂടി കടന്നുപോയി. Around 1/3 the remaining Germans leaving the building. അല്ലെ, അറൌണ്ട് 1 o'clock, ഒരു 1 o'clock, 1 മണിയോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് കേട്ടു? ലാസ്റ്റ് ജർമ്മനും ആ കെട്ടിടത്തിൽ നിന്നും പോകുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. Silence fell. I could not even hear the step of the guards outside the building. മൊത്തം സൈലന്റ് ആയി. അല്ലെ, നിശബ്ദതയായി. അല്ലെ, I could not even hear the step of the guards. എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. Even the step of the guards outside the building. ബിൽഡിങ്ങിന്റെ പുറത്ത് പോലും ഗാർഡ്സ് നടന്നു പോകുന്ന ഒരു സ്റ്റെപ്പ് പോലും, ഒരു ശബ്ദം പോലും എനിക്ക് എന്ത് ചെയ്യുന്നില്ല? കേൾക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. Not until the early hours of the next day was the silence broken by the loud and the resonant noise. Not until the early hours of the next day. അടുത്ത ദിവസം വളരെ മോർണിംഗിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ ദ ലൗഡ്. അപ്പൊ എന്തായിരുന്നു? കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സൈലന്റ് ആയിരുന്നല്ലോ. ആ സൈലൻസിനെ ബ്രോക്കൺ, അത് പൊട്ടിച്ചുകൊണ്ട് വലിയൊരു ശബ്ദത്തോടു കൂടി, വലിയൊരു നോയ്സോടു കൂടി പ്രതിധ്വനിക്കുന്നതാണ് കേട്ടോ. റിസൊണന്റ് മീൻസ് പ്രതിധ്വനിക്കുന്ന, എക്കോ ഒക്കെ വരുന്നതിരിക്കുള്ള വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് ആ സൈലന്റ് അവിടെ പൊട്ടി മക്കളെ. then the last sound I had expected. അല്ലേ, ഞാൻ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു ശബ്ദം. Radio loudspeakers set up somewhere nearby were broadcasting announcement in the Polish of the defeat of the Germany and the liberation of the Warsaw. അദ്ദേഹം എന്ത് കേൾക്കുകയാണ്? അവിടെ പോളിഷിൽ വീണ്ടും റേഡിയോ ലൗഡ് സ്പീക്കറൊക്കെ വീണ്ടും ക്ലിയർ ആക്കി വെച്ചു മക്കളെ. എന്നിട്ട് ആ റേഡിയോ ലൗഡ് സ്പീക്കറിൽ അദ്ദേഹം കേൾക്കുകയാണ്. ആ നിയർ ബൈ ആയിട്ടുള്ള, വളരെ അടുത്ത് നിന്നിട്ടുള്ള ആ ലൗഡ് സ്പീക്കറിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഒരു അനൗൺസ്മെന്റ് വിളിച്ച് പറയുന്നുണ്ട്. ഇൻ പോളിഷ് ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ദ ജർമ്മനി. പോളിഷിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് കേട്ടോ കേൾക്കുന്നത്. ജർമ്മനി എന്ത് ചെയ്തു? യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെടുകയും ബാക്കിയുള്ളവർ അവിടെ നിന്നും വിഡ്രോ ചെയ്ത് പോവുകയാട്ടോ ചെയ്തിട്ടുള്ളത്. ലിബറേഷൻ ഓഫ് ദ വാസോ. വാസോ എന്തായിരിക്കുന്നു? ലിബറേഷൻ, സ്വതന്ത്രമായിരിക്കുന്നു. ലിബറേഷൻ മീൻസ് എന്താണ്? സ്വതന്ത്രമാവുക. ഓക്കെ, ഡിഫീറ്റ് ആയിട്ടുണ്ട്. ജർമ്മനി ഡിഫീറ്റ് ആയിരിക്കുന്നു, വാർസോ സ്വതന്ത്രമായിരിക്കുന്നു എന്നുള്ള ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് അദ്ദേഹം എന്ത് ചെയ്യാണ്? കേൾക്കുകയാണ്. ഓക്കെ, ദ ജർമൻസ് ഹാഡ് വിഡ്രോൺ വിതൗട്ട് എ ഫൈറ്റ്. അല്ലെ, ജർമൻസ് എന്ത് ചെയ്യാണ്? ഫൈറ്റ് ഒന്നും ചെയ്യാതെ വിഡ്രോ ചെയ്ത് പോയിരിക്കുന്നു. As soon as it began to get light, I prepared feverishly for my first venture out. അല്ലേ, എത്രയും പെട്ടെന്ന് അല്ലേ, as soon as it began to get light അല്ലേ. അപ്പൊ മൊത്തത്തിൽ എന്തായി മക്കളെ? ആ ഒരു വീണ്ടും ഒരു പ്രകാശം വന്നു തുടങ്ങി അല്ലേ. വീണ്ടും ഒരു പ്രകാശം വന്നു തുടങ്ങി. I prepared feverishly for my first venture out. അദ്ദേഹം എന്ത് ചെയ്യാണ്? ധൃതി പിടിച്ച് റെഡി ആവുകയാണ് അദ്ദേഹത്തിന്റെ
പുറത്തോട്ടുള്ള ധൈര്യപൂർവ്വമുള്ള അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ആദ്യ ധൈര്യം എന്ത് ചെയ്യാണ്? ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. വളരെ ധൈര്യത്തോട് കൂടിയിട്ട് അദ്ദേഹം ആദ്യം തന്നെ പുറത്തോട്ട് ഇറങ്ങാനുള്ള ആ ധൈര്യം കാണിക്കുകയാണ്. My officer had left me a German military overcoat to keep me from freezing. അല്ലെ, തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ജർമ്മൻ മിലിറ്ററി ഓഫീസർ അദ്ദേഹത്തിന് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, I had already put it on when I suddenly heard the rhythmic footstep of guards out in the road again. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു? അത് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അത് ഇട്ടിട്ട് തന്നെയാണ് അദ്ദേഹം അതിൽ പിടിച്ചു നിൽക്കുന്നത് ആ തണുപ്പ് കാലം. അപ്പോൾ തന്നെ ആ ഒരു ടൈമിൽ അപ്പോൾ തന്നെ when I suddenly heard the rhythmic footstep of the guard out the road again. അല്ലേ, ഈ റിതമിക് ഫുട്സ്റ്റെപ്പ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങളൊരു സൗണ്ട് എടുക്കണം, ഒരേട്ട അവരിങ്ങനെ കാലടി ഇങ്ങനെ വെച്ച് പൊന്തിച്ച് വെക്കുമ്പോൾ ആ ബൂട്ടിന്റെ ഒരു ശബ്ദം ഉണ്ട് അല്ലേ, ഒരുമിച്ച് ഇങ്ങനെ വെക്കുന്ന ആ ഒരു ശബ്ദം ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. ആ ഒരു റിതമിക് ഫുട്സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു നിന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഹാഡ് ദ സോവിയറ്റ് പോളിഷ് ട്രൂപ്സ് വിഡ്രോൺ? അതേ സംശയിക്കാണ്. സോവിയറ്റും പോളിഷും പട്ടാളക്കാരൊക്കെ പിന്തിരിഞ്ഞതല്ലേ. ദെൻ ഇത് പിന്നെ ആരാണ്? പിന്നെ എന്താണ്? ഐ സാക്ക് ഓൺ മൈ മാട്രസ്. അദ്ദേഹം വീണ്ടും ഓടി വന്നിട്ട് എന്ത് ചെയ്യാണ് മക്കളെ? അദ്ദേഹത്തിന്റെ മാട്രസിൽ, മീൻ പോയിട്ടില്ല, അപ്പൊ അദ്ദേഹത്തിന്റെ ആ മാട്രസിൽ, അദ്ദേഹത്തിന്റെ ആ പുതപ്പിന്റെ ഉള്ളില് വീണ്ടും അദ്ദേഹം കമിഴ്ന്ന് അതിന്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അട്ടർലി റിജക്റ്റഡ്, പൂർണ്ണമായിട്ട് നിരാശയോടുകൂടി. അല്ലേ until something new came to my ears. എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ ചെവിയിലോട്ട് കേൾക്കുമെന്ന് പ്രതീക്ഷയിൽ the voices of women and the children. അദ്ദേഹം എന്ത് കേട്ടു? ഒരു വുമണിന്റെയും കുട്ടികളുടെയും ശബ്ദം. at all cost, എന്ത് വില കൊടുത്തും I had to get information. അതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടണം. എങ്ങനെ ഈ ഒരു യുദ്ധഭൂമിയിൽ കുട്ടിയുടെയും ഒരു വുമണിന്റെയും കുട്ടികളുടെ ശബ്ദമൊക്കെ എങ്ങനെ കേൾക്കാൻ തുടങ്ങി? അറ്റ് എനി കോസ്റ്റ് ഐ ഗെറ്റ് ഇൻഫർമേഷൻ. എന്ത് വന്നാലും വേണ്ടിയില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയണം. ഐ റൺ ഡൗൺ സ്റ്റേഴ്സ്. അദ്ദേഹം താഴോട്ട് ഓടിയിറങ്ങി അല്ലെ, സ്റ്റെപ്പ് ഓടിയിറങ്ങി. പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ. ഐ ലുക്ക്ഡ് ഔട്ട്. അല്ലെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഡോറിലൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്? തലയൊന്ന് പുറത്തോട്ടിട്ട് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. അതൊരു മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു രാവിലെ ആയിരുന്നു. ടു മൈ ലെഫ്റ്റ്, എന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട്, നോട്ട് ഫാർ അവേ, ഒരുപാട് ദൂരത്തായിട്ടൊന്നുമല്ല, stood a woman soldier in the uniform that was difficult to identify at this distance. അവിടെ എന്തുണ്ട്? ഒരു വുമൻ സോൾജിയർ, ഒരു ലേഡി ആയിട്ടുള്ള പട്ടാളക്കാരനുണ്ട്. ഒരു യൂണിഫോം ഒക്കെ ധരിച്ചിട്ട് ആണ്, പക്ഷെ വാസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ. പക്ഷെ കറക്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്, അത് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അറ്റ് ദിസ് ഡിസ്റ്റൻസ്. എന്താണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്? യെസ്, അത് ഏത് യൂണിഫോം ആണ്? അത് ജർമ്മന്റെ യൂണിഫോം ആണോ അതോ പോളിഷിന്റെ യൂണിഫോം ആണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറച്ച് ഡിസ്റ്റന്റിലാണ്, കുറച്ച് ഫോഗിയാണ് അല്ലെ. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക്. എന്താണ്? ഒരു വുമണ് അദ്ദേഹത്തിന്റെ ബാക്കിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബണ്ടിൽ വെച്ചിട്ട് ഒരു ബണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കില്ലേ, അതിനാണ് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വുമൺ അതിന്റെ ബാക്കിൽ ഭാരം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് നേരെ നടന്നു വരുന്നുണ്ട്. അപ്രോച്ച് ഫ്രം മൈ റൈറ്റ് സൈഡിൽ നിന്നും നേരെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞ, അദ്ദേഹത്തെ സമീപിക്കുക എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല, നേരെ അദ്ദേഹത്തിന് നേരെ നടന്നു വരുന്നുണ്ട്. when she came closer I ventured to speak to her. അദ്ദേഹത്തിന്റെ അടുത്തോട്ട്, came to closer, ആ ലേഡി അടുത്ത് വന്നപ്പോൾ I ventured to speak her, ഞാൻ അവരോട് സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചു. hello excuse me I called in muted voice. ചെറിയൊരു പതുങ്ങിയ ശബ്ദത്തോട് കൂടിയിട്ട് പറയാണ് ഹലോ എക്സ്ക്യൂസ് മീ, beckoning her over. അങ്ങനെ മാടി വിളിച്ചുകൊണ്ട് പറയാണ്. beckoning മീൻസ് മാടി വിളിക്കുക. she stared at me. അവരെന്നെ തുറച്ചു നോക്കുകയാണ്, പേടിച്ചിട്ട് തുറച്ചു നോക്കി. drop her bundle, അവിടെ കയ്യിലുണ്ടായിരുന്ന ആ ഭാരം ബണ്ടിൽ താഴോട്ടിട്ടു. I looked to her heels with a shark of a German. എന്താണ്? താഴോട്ട് അവരുടെ ഹീൽസിലോട്ട് നോക്കിയിട്ട് അലറി വിളിച്ചുകൊണ്ട് അവർ ഉറക്കെ പറയാണ്, ഇതാ ഇവിടെ ഒരു ജർമ്മൻ ഉണ്ട് എന്ന്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്. പെട്ടെന്ന് അവിടെ നിന്ന് ഗാർഡ്സ് ഒക്കെ അദ്ദേഹത്തിന് നേരെ അങ്ങോട്ട് തിരിഞ്ഞിട്ടോ. ആൻഡ് സോ മീ aimed and fired her missile pistol. ഒന്നും നോക്കിയില്ല, തിരിയലും നോക്കി, എയിമും വെച്ച് വെടിയും വെച്ചു അദ്ദേഹത്തിന് നേരെ. അല്ലെ, അവിടെ വേറെ വർത്താനൊന്നുമില്ല, ജർമ്മൻകാരനല്ലേ. ഗാർഡ്സ് നേരെ അദ്ദേഹത്തിന് നേരെ തിരിയുന്നു,
പിസ്റ്റൾ എടുക്കുന്നു, വെടിവെക്കുന്നു. ഓക്കെ, ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വോൾ. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് ബുള്ളറ്റ് എവിടെയാ കൊണ്ടത്? അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ചുമരുമേലാണ് കൊണ്ടത്. വിത്തൗട്ട് തിങ്കിങ്, അദ്ദേഹം ഒരു നിമിഷം പോലും ചിന്തിക്കാതെ റഷ്ഡ് അപ്പ് ദ സ്റ്റെയർസ്, അദ്ദേഹം ഓടിക്കേറി മുകളിലോട്ട്, സ്റ്റെയർ ഓടിക്കേറി മുകളിലോട്ട്. ആൻഡ് ലുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. വീണ്ടും അവിടെ പോയി ഒളിച്ചു. അദ്ദേഹത്തിന്റെ ആറ്റിക്കിന്റെ ഉള്ളിലായിട്ട് ഒളിത്താവളമേൻ അതിന്റെ ഉള്ളിൽ ഒളിച്ചു. ഓക്കെ, ഷെൽട്ടർ അതിൻ്റെ ഉള്ളിൽ കണ്ടെത്തി. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. അല്ലെ, അദ്ദേഹത്തിന്റെ ആ ചെറിയ ജനലിന്റെ ഉള്ളിലൂടെ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം നോക്കിയപ്പോൾ ഐ സോ ദാറ്റ് ദ വോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്, ഒരു ജർമ്മൻകാരൻ മുകളിലോട്ട് കയറിപ്പോയ എന്ത് സംഭവിക്കും? ആ ഒരു ചുറ്റുഭാഗവും ആ ഒരു സോവിയറ്റ് യൂണിയന്റെ പട്ടാളക്കാരിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു അദ്ദേഹത്തിന് കെട്ടിടം മുഴുവൻ വളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഐ ഹേർഡ് സോൾജിയേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ. അവർ പരസ്പരം ഉറക്കെ വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോ കേൾക്കാം. ആൻഡ് ദെൻ ദ സൗണ്ട് ഓഫ് ദ ഷൂട്ട്, ദ എക്സ്പ്ലോറിംഗ് ഹാൻഡ് ഗ്രനേഡ്സ്. അല്ലെ, അദ്ദേഹത്തിന് എന്ത് കേൾക്കുന്നുണ്ട്? വെടിയുണ്ടകൾ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എക്സ്പ്ലോറിംഗ് ഹാൻഡ് ഗ്രനേഡ്. അല്ലെ, ഗ്രനേഡോടല്ലേ മകളെ ഈ ആ ഒരു ടൈമിൽ പൊട്ടിക്കുന്ന ബോംബുകളൊക്കെ പോലത്തെ സംഭവം അല്ലെ, അത് പൊട്ടിക്കുന്ന ശബ്ദവും അദ്ദേഹത്തിന് കേൾക്കാം. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അപ്റ്റ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഒരു അസംബന്ധമായിട്ട്, ഒരു അബ്സേർഡ് ഒരു വിഡ്ഢിത്തം നിറഞ്ഞ പോലെ അല്ലെ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പൊട്ടത്തരം ചെയ്ത പോലെയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ. അതുപോലെ അദ്ദേഹത്തിന് ഒരു സ്തംഭിച്ച അവസ്ഥ പോലെ അദ്ദേഹത്തിന് അപ്പോൾ തോന്നി. I was going to be shot by a Polish soldiers in liberated Warsaw on the very verge of the freedom. അല്ലെ, ഈ ഒരു ഫ്രീഡത്തിന്റെ ഈ അറ്റത്ത് എത്തി നിൽക്കുന്ന ഈ സമയത്ത് അല്ലെ, നമ്മുടെ രാജ്യം ഫ്രീഡം അറ്റ് നിൽക്കുന്ന ഈ സമയത്ത് ലിബറേറ്റഡ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വാർസോയുടെ പോളിഷ് സോൾജിയേഴ്സിന്റെ അടുത്തുനിന്ന് വെടിയുണ്ടകൾ കൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. ഫെവറഷ്ലി, ധൃതി പിടിച്ചുകൊണ്ട് I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. എന്താ പറഞ്ഞത് മക്കളെ? ഇവിടെ തുടങ്ങാം. ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിച്ചു നിൽക്കുന്ന ഒരു ജർമ്മൻ ആള് എന്ന രീതിയിൽ അവരെന്നെ മറ്റൊരു ലോകത്തോട്ട് പറഞ്ഞയക്കുമ്പോൾ, ഡിസ്പാച്ച്ഡ് പറഞ്ഞു വിടുക, എന്താ? വെടിവെച്ച് കൊന്നുകാണ്ട് മരിച്ച് മറ്റൊരു ലോകത്തോട്ട് പറഞ്ഞു വിടാന്ന അതിലെന്നെ കൊല്ലാന്നർത്ഥം. ഓക്കെ, ഒരു ജർമ്മൻകാരൻ ഒളിച്ചു നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ അവരെന്നെ മറ്റൊരു ലോകത്തോട്ട് ഡെസ്പാച്ച് ചെയ്യുമ്പോൾ, വെടിവെച്ച് കൊന്ന് പറഞ്ഞു വിടുമ്പോൾ, അതിന് മുമ്പായിട്ട് ഐ വാസ് എ പോളിഷ്, ഞാനൊരു പോളിഷ്കാരനാണെന്ന് അവർ തിരിച്ചറിയുന്നതിന് മുമ്പായിട്ട് അവരെന്നെ എന്ത് ചെയ്യും? പറഞ്ഞയക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഞാനൊരു പോളിഷുകാരനാണെന്ന് അവർ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? എന്നെ വെടിവെച്ച് വീഴ്ത്തി അവരെന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഐ ബിഗൻ കമ്മിങ് ഡൗൺ ദ സ്റ്റെയർസ്. അത് എന്ത് ചെയ്യാണ്? താഴോട്ട് സ്റ്റെയർ ഇറങ്ങി വരികയാണ്. ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്. അദ്ദേഹത്തിന് ഒച്ചയിട്ട് നിലവിളിച്ച് ഉറക്കെ പറയാൻ കഴിയുന്ന അത്രയും ശബ്ദത്തിൽ അദ്ദേഹം വിളിച്ചുകൊണ്ട് പറയാണ്, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളിഷുകാരനാണെന്ന് വിളിച്ചു പറയുകയാണ്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുട് സ്റ്റെപ്പ് ക്ലൈംബിംഗ് ദ സ്റ്റെയർസ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്? ആ സ്റ്റെയറിലൂടെ, ആ സ്റ്റെപ്പും കൂടെ കുറെ ആളുകൾ ക്ലൈംബ് ചെയ്ത് കയറി വരുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം. അദ്ദേഹത്തിന് മുമ്പിൽ ആര് വന്ന് നിൽക്കുന്നുണ്ട്? ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പോളിഷ് ഓഫീസർ വന്ന് നിൽക്കുന്നുണ്ട്. വിത്ത് എ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്. അദ്ദേഹത്തിന്റെ തൊപ്പിയും എന്തുണ്ട്? ഒരു ഈഗിളിന്റെ ഒരു ഈഗിൾ, പരുന്തിന്റെ ചിത്രമുണ്ട്, പരുന്തിന്റെ ഒരു ചിഹ്നം. ഓക്കെ, കെയിം ഇൻ ടു വ്യൂ. അദ്ദേഹത്തിന് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സ് അപ്പ്. വെറുതെ വന്ന് നിൽക്കുന്നില്ല കേട്ടോ മക്കളെ, ഒരു തോക്ക് അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാണ് ഹാൻഡ്സ് അപ്പ് എന്ന്. I repeated my cry of don't shoot, I'm a Polish. അദ്ദേഹം വീണ്ടും അലറിക്കൊണ്ട് പറയുകയാണ്, വെടിവെക്കരുത്, ഞാനൊരു പോളിഷാണ്, ഞാനൊരു പോളിഷുകാരനാണ്. അല്ലെ, the lieutenant went, ലെഫ്റ്റനന്റ് എന്നിട്ട് മക്കൾ ഇത് വായിക്കുക. കണ്ടോ, ഇത്
ഇതൊക്കെ ഇംഗ്ലീഷിലെ മാത്രം പ്രത്യേകതയാണ് അല്ലെ മക്കളെ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റനന്റ് എന്നുള്ളത് എങ്ങനെ വായിക്കും എന്നുള്ളത് പറഞ്ഞ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ ദ ലെഫ്റ്റനന്റ് വെൻ റെഡ് വിത്ത് ഫറി അല്ലെ, അതൊരു വളരെ ഒരു റെഡ് ആയിട്ടുള്ള ലെഫ്റ്റനന്റ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട്, ഫറി ആയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പറയാണ്, then why in God's name don't you come down? then ദൈവത്തിന്റെ പേരിൽ എന്തുകൊണ്ട് നിങ്ങൾ താഴോട്ട് ഇറങ്ങുന്നില്ല? he roared, അദ്ദേഹം അലറുകയാണ് അല്ലെ. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ജർമ്മൻ കോട്ട്? പിന്നെ എന്താണ് നിങ്ങൾ ഈ ജർമ്മൻ കോട്ട് ധരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ എന്താ ഈ ജർമ്മൻ കോട്ട് ധരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്? Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I was in a German. അല്ലേ, അവരെന്ത് ചെയ്തു, അവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്തപ്പോൾ ആണ് അവർക്ക് എന്ത് മനസ്സിലായത്, ആ സിറ്റുവേഷൻ അവർക്ക് ക്ലിയർ ആയത്. ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് ഇൻ ജർമ്മൻ അല്ലേ, ഞാൻ ജർമ്മൻകാരനല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായത്. അവർ കയറി വന്ന് ഇദ്ദേഹത്തെ ഒന്ന് നിരീക്ഷിച്ച് ആ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അദ്ദേഹം അവൾ ഒളിവിൽ താമസിക്കുന്ന ആളാണ്, പോളിഷ്കാരനാണെന്നുള്ളത് മനസ്സിലായി. Then they decided to take me to their headquarters. അവരെന്ത് ചെയ്തു, അതിനുശേഷം അവര് ഇദ്ദേഹത്തെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. So that I could wash and have a meal. അവിടെ പോയി കഴിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുളിക്കാം, അതുപോലെ ഭക്ഷണവും കഴിക്കാനുള്ള സൗകര്യമുണ്ട്. After 2 weeks, 2 ആഴ്ചകൾക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററിക്കാരുടെ ആ ഒരു സംരക്ഷണത്തിന് ശേഷം, അവരുടെ നല്ല ഭക്ഷണവും കുളിയും അതിനെയും അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ ധൈര്യം തരയിലും ഇങ്ങനെയുള്ള എല്ലാ അവരുടെ ആ ഒരു കെയറിങ്ങിന് ശേഷം, ഐ വാക്ക് ത്രൂ ദ സ്ട്രീറ്റ്, അവരുടെ ആ ധൈര്യം തരലിനൊക്കെ ശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഓഫ് വാസ വിതൗട്ട് ഫിയർ, വാസയിലൂടെ പേടിയില്ലാതെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. എ ഫ്രീ മാൻ, ഒരു സ്വതന്ത്ര മനുഷ്യനെ പോലെ, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years, ഏകദേശം 6 വർഷത്തിന് ശേഷം ഒരു സ്വതന്ത്ര മനുഷ്യനെ പോലെ ആ ഫ്രീ ആയിട്ടുള്ള വാസയിലൂടെ അദ്ദേഹം ആദ്യമായിട്ടൊന്ന് നടന്നു. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി അല്ലേ, ഞാൻ എന്ത് ചെയ്തു, സിറ്റിയുടെ ആ നോർത്ത് ഭാഗത്തേട്ട് അദ്ദേഹം നോക്കി. വേർ ദ ഗെറ്റോ ഹാഡ് ബീൻ, അവിടെയായിരുന്നു ആ ഗെറ്റോ ഉണ്ടായിരുന്നു അല്ലേ, ആളുകളെ കൂട്ടത്തോടെ നിർത്തി താമസിപ്പിച്ച് ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന ആ ഗെറ്റോ. വേറെ 500,000 Jews had been murdered അല്ലേ, 1,000,000 ജൂക്കാര് മരിച്ചിട്ടുള്ള ആ സ്ഥലം, ഒരുപാട് ജൂകൾ അല്ലെ, ദശലക്ഷം മില്യൺ കണക്കിന് ആളുകള് ജൂക്കാരെ കൊന്നടക്കിയിട്ടുള്ള ആ ഒരു സ്ഥലം അദ്ദേഹം അത് നോക്കുകയാണ്. There was nothing left of it. അവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇപ്പൊ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. Tomorrow I must begin a new life with nothing. നാളെ തീർച്ചയായും ഞാനൊരു ജീവിതം തുടങ്ങും, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. വിത്ത് നത്തിങ്, ഒന്നും തന്നെയില്ല, ഒന്നും എൻ്റെ കയ്യിലില്ല, സമ്പത്തില്ല, ഒന്നുമില്ല, കൂടെപ്പിറപ്പുകളില്ല, സമ്പത്തില്ല, ഫ്രണ്ട്സ് ഇല്ല, ഒന്നും തന്നെ ഇല്ലാതെ ഞാൻ നാളെ ഒരു പുതിയ ജീവിതം എന്ത് ചെയ്യാണ്, വിത്ത് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നും ഞാൻ നാളെ ഒരു പുതിയ ജീവിതം തുടങ്ങിയാണ്. ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ, പക്ഷെ ഒന്ന് മാത്രമുണ്ട് എൻ്റെ പിന്നിൽ, എന്താണ്, മരണം. ഐ വെന്റ് ഓൺ മൈ വേ, ഞാൻ എൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്നു. അഡാപ്റ്റഡ് ഫ്രം ദ പിയാനിസ്റ്റ് അല്ലെ, പിയാനിസ്റ്റ് എന്ന് പറയുന്ന വർക്കിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു സോൾജിയർ ഉണ്ടല്ലോ, ആ ഒരു പട്ടാളക്കാരൻ, ജർമ്മൻ പട്ടാളക്കാരുടെ പേര് ഇതിൽ പറയുന്നില്ല, പക്ഷെ അത് അദ്ദേഹമാണ് വിൽ ഹോസ്ഫെൽഡ്. എന്താണ്, വിൽ ഹോസൻഫെൽഡ്, ദ സോൾജിയർ ഹു സേവ്ഡ് ദ വ്ലാഡിസ്ലോഫ് സ്പിൽമാൻ അല്ലെ, അദ്ദേഹം ഹു സേവ്ഡ് മെനി ഓഫ് ദ അതർ ഇൻഡിവിജ്വൽസ്, അദ്ദേഹം മറ്റു പല ആളുകളെയും ഇങ്ങനെ ആ ഒരു ടൈമില് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വാർ അല്ലെ, നമ്മുടെ വാറിന്റെ അവസാനത്തില് ഈ സോവിയറ്റ് ഇവരുടെ ടീമിന്റെ റെഡ് ആർമി അദ്ദേഹത്തെ പിടിക്കുകയായിരുന്നു ചെയ്തിട്ടോ, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടേയിട്ടുണ്ടായിരുന്നു. ഹി കുഡ് നോട്ട് കോണ്ടാക്ട് സ്പിൽമാൻ ആൻഡ് ഡൈഡ് ഇൻ സോവിയറ്റ് പ്രിസൺ ഇൻ 1942. അദ്ദേഹത്തിന് ഒരിക്കലും പിന്നെ സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ജയിലിൽ കടന്നിട്ട് 1952 മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ അവിടെയുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പിൽമാനൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ആ ടൈമിലുള്ള വശം അനുസരിച്ച് അദ്ദേഹം ജർമ്മൻ ഓഫീസർ തന്നെയാണല്ലോ. അപ്പൊ അവർക്ക് ഒരിക്കലും അദ്ദേഹത്തെ ഒരു കൈൻഡ്നെസിന്റെ പേരിൽ
പുറത്തു വിടാനോ കൊണ്ടുവരാനോ പുറത്തിറക്കാനോ സാധിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം അവിടെ കിടന്നിട്ട് മരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ആ ഒരു കൈൻഡ്നെസ്സിലുള്ള ഒരു ഇതൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സ്പിൽമാനൊക്കെ, പക്ഷെ അതിന് നടന്നിട്ടില്ല. അത് അദ്ദേഹം അവിടെ കിടന്നിട്ട് അത് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ കിടന്നിട്ട് അദ്ദേഹം ആ സോവിയറ്റ് യൂണിയന്റെ ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ജർമ്മൻ ഓഫീസർ. വേൾഡ് ഓഫ് വേർഡ്സ് അല്ലെ, നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അതിന് നമ്മൾ മലയാളത്തിൽ ഓൾറെഡി മീനിങ് പറഞ്ഞതാണ്, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് കൂടെ ഒന്ന് നോക്കാം. ആറ്റിക്, എ സ്മോൾ സ്റ്റോറേജ് റൂം ബിലോ ദ റൂഫ് അല്ലെ, നമ്മുടെ റൂഫ് മേൽക്കൂരക്ക് താഴെയുള്ള ഒരു ചെറിയ സ്റ്റോറേജ് റൂമാണ് കേട്ടോ ആറ്റിക് എന്ന് പറയുന്നത്. സ്ലംബ്, സിറ്റ് എ ഫോൾ ഹെവിലി ആൻഡ് ലിംബ്ലി അല്ലെ, വളരെ പെട്ടെന്ന് ഹെവി ആയിട്ടൊന്നും പെടുത്തോ അല്ലാതെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ലാഡർ മീൻസ് എ സ്മോൾ സ്റ്റോർ റൂം, ഒരു ചെറിയ സ്റ്റോർ റൂമിനാണ് ലാഡർ എന്ന് പറയുന്നത്. സ്റ്റാമർ, സ്പീക്ക് വിത്ത് ഡിഫിക്കൽട്ടി, വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വിക്കി പറയുന്നതാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. ഗ്ലാൻസ് മീൻസ് നോട്ടം, ലുക്ക്. സ്റ്റിഫ്, ഹാഡ് ടു ബെൻഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ, എന്താണ് പരിക്കമായിട്ടുള്ള റഫായിട്ടുള്ള എന്നൊരർത്ഥത്തിൽ. ചോപ്പിൻ നെക്ടേൺ എന്ന് പറഞ്ഞാൽ എ സി ഷാർപ്പ് മൈനർ ആണ്, സോഫ്റ്റ് ആൻഡ് ഇമോഷണൽ. ചോപ്പിൻ നെക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സോഫ്റ്റ് ആൻഡ് ഇമോഷണൽ പീസ് ഓഫ് മ്യൂസിക് നെക്ടേൺ ബൈ ദ ഫെഡറിക് ചോപ്പിൻ കമ്പോസ്ഡ് ഇൻ ദ മ്യൂസിക് ഓഫ് ദ സി ഷാർപ്പ് അല്ലെ. അത് ഫെഡറിക് ചോപ്പിൻ കമ്പോസ് ചെയ്തിട്ടുള്ള വളരെ സാഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണ്. എറൈ മീൻസ് കോസിങ് ഫിയർ, ഭയം എന്നൊരർത്ഥത്തിൽ കേട്ടോ. എൻക്വയറിംഗ്ലി മീൻസ് ഇൻ എ കഷ്യസ് ഓർക്കസ്ട്രിങ്, ഒരു അന്വേഷണ ഭാവത്തോട് കൂടിയിട്ടൊക്കെ നോക്കുന്നതിന്. സെൻസ്ഡ്, അണ്ടർസ്റ്റാൻഡ് മനസ്സിലായി. അഷ്വറിംഗ്ലി എന്നൊക്കെ റീഅഷ്വറിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന് ഒരു ധൈര്യം കൊടുത്തുകൊണ്ട്, പ്രൊവൈഡിങ് കോൺഫിഡൻസ്. റോയിൻസ്, റിമൈൻ ഓഫ് സംതിങ് ഡിസ്ട്രോയിഡ് സച്ച് ആസ് ബിൽഡിംഗ് അല്ലെ, അവശിഷ്ടങ്ങൾ അല്ലെ, എന്തെങ്കിലും ഇടിച്ചു പൊളിഞ്ഞതിന് ശേഷമൊക്കെ വരുന്ന അവശിഷ്ടങ്ങൾ. മർമർ, ടോക്ക് അൺക്ലിയറിംഗ് ഇൻ എ ലോ വോയിസ്, കുറച്ച് താഴ്ന്ന വോയിസോട് കൂടിയിട്ട് പതുക്കെ പറയുന്നതിനാണ് മർമറിംഗ് എന്ന് പറയുന്നത്. ലോഫ്റ്റ്, an attic or similar space, a room under the roof used for the storage. ലോഫ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു ആറ്റിക് പോലെ തന്നെ ഒരു സ്റ്റോറേജ് റൂം അല്ലെ. വെഞ്ചർ, ടേക്ക് എ റിസ്ക്, ഷോ കറേജ്, ഡു സംതിങ് റിസ്കി അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം ധൈര്യപൂർവ്വം മുന്നോട്ട് പറയാൻ വരിക, അതിനൊക്കെയാണ് വെഞ്ചർ എന്ന് പറയാം. ഫാമിലി പറഞ്ഞാൽ എന്താണ്, സ്ട്രോങ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. അബ്രപ്റ്റ്ലി, സഡൻലി, പെട്ടെന്ന് എന്നൊരർത്ഥം. പിച്ച് ഡാർക്ക്, ഇന്റൻസിവ്ലി ഡാർക്ക് വിത്തൗട്ട് എനി മീൻസ് എന്താണ്, വളരെയധികം കൂരാക്കൂരിട്ട്. ലൈറ്റ് ഓഫ് പീസ് ഓഫ് ബ്ലോക്സ് ഓഫ് ബ്രെഡ് അല്ലെ, ബ്രെഡിന്റെ ഒരു കൂട്ടം. റാപ്പിഡ്, കവേർഡ്, പൊതിയുക. ഹാങ് ഓൺ, വെയിറ്റ് ഫോർ എ ഷോർട്ട് ടൈം വിത്ത് ഹോപ്പ്, സ്റ്റേ റിമൈനിങ് ഹോപ്പ് അല്ലെ, പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. മോണ്ടോണസ് എന്നാല് നോട്ട് ചേഞ്ചിങ് ദർ ഫോർ എ ബോറിംഗ് അല്ലെ, ഒന്നും തന്നെ ഒരു മാറ്റം ഇല്ലാതെ കണ്ടിന്യൂ ആയിട്ട് പോവാം അല്ലെ. ആർട്ടിലറി, ലാർജ് ഗൺ, മിലിറ്ററി യൂണിറ്റ് യൂസിങ് സച്ച് വെപ്പൺസ് അല്ലെ, അവര് മിലിറ്ററി ഓഫീസേഴ്സ് മിലിറ്ററിക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന വലിയ രീതിയിലുള്ള ഗണ്ണ്. ഈതർ ഡൗൺ, എ തിക് ബെഡ് കവർ വിത്ത് സോഫ്റ്റ് ഫെദർ ഓർ അതർ വാം മെറ്റീരിയൽ അല്ലെ, ഒരു കട്ടിയുള്ള ടൈപ്പ് ബ്ലാങ്കറ്റ് പോലത്തെ പുതപ്പ്. ഡിറ്റാച്ച്മെന്റ്, എ മിലിറ്ററി ഗ്രൂപ്പ് ഓഫ് ദ സോൾജേഴ്സ് അല്ലെ, ഒരു സോൾജിയറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിന്റെ ടീം. എ ലൂസ് ഹേർട്ട്, ടു ഡിസ്പെയർ അല്ലെ, എന്താണ് നിരാശ എന്നർത്ഥത്തിൽ. ഇൻഫെർണോ, ടു ഹെൽ ഇസ് എ പ്ലേസ്, എ ലാർജ് ഫയർ അല്ലെ, എന്താണ് ഒരു വലിയൊരു ഫയർ, വലിയ യാതന അല്ലെ, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. റാത്ത്, കോസ് ടു സഫർ പെയിൻ എന്നൊരർത്ഥത്തിൽ കേട്ടോ, പെയിൻ സഹിക്കുക, ടോർച്ചർ സഹിക്കുക എന്നൊരർത്ഥത്തിൽ, ടോർച്ചർ എന്നൊരർത്ഥത്തിൽ കേട്ടോ. എംബറാസ്ഡ് മീൻസ് ഹാവിങ് എ ഫീലിംഗ് ഓഫ് ഷെയിം അല്ലെ, ഒരു ചെറിയ ഒരു ഷെയിമോട് കൂടിയിട്ടുള്ള ഒരു ഫീലിംഗ്. ഓക്കെ, ഒരു ചെറിയൊരു ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷത്തിന്റെ ഒക്കെ ഒരു എംബ്രാസിങ് ഫീലിംഗ് ആട്ടോ. നെയ് മീൻസ് എന്താ, വിത്തൗട്ട് എക്സ്പീരിയൻസസ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. ഐ മീൻ ഒരു ചെറിയൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു വിഷ് എന്നൊക്കെ പറയില്ലേ, അതാട്ടോ. ഇൻ എ ചൈൽഡിഷ് ടെയിൽ ഇൻ എ ഇന്നസെന്റ് മാനർ. ഓക്കെ. ദെൻ സ്ക്യൂക്ക് മീൻസ് ഷോർട്ട് ഹൈ പിച്ച്ഡ്, താന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കലപില ശബ്ദം. റസിൽ മീൻസ് സോഫ്റ്റ് സൗണ്ട് മെയ്ഡ് ബൈ ദ തിങ്സ് ലൈക്ക് ലീവ്സ് ഓർ പേപ്പർ അല്ലെ, പേപ്പറും ഇലയൊക്കെ ഇങ്ങനെ കാറ്റിലടിക്കുമ്പോണ്ടാണ് ഒരു ശബ്ദം ഉണ്ടല്ലോ അത്. എജിറ്റേഡ് മീൻസ് വറീഡ് ഓർ ആംഗ്രി, ടെൻഷൻ അല്ലെ, ഡിസ്റ്റർബ്ഡ് എന്ന അർത്ഥത്തിൽ. റിസണന്റ് മീൻസ് എക്കോയിങ്, റിസൗണ്ടിങ്, വലിയ ശബ്ദം, പ്രതിധ്വനിക്കുന്ന ശബ്ദം. ലിബറേഷൻ മീൻസ് ഫ്രീഡം. വിഡ്രോ മീൻസ് പിൻവാങ്ങുക കേട്ടോ.
ടേക്ക് ബാക്ക്, റിമൂവ് എന്നൊരർത്ഥത്തിൽ. ഫെവറേഷ്യലി മീൻസ് ഹാവറിലി വിത്തൗട്ട് എക്സൈറ്റ്മെന്റ്, വളരെ വിത്ത് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച്. വെഞ്ചർ ഔട്ട്, ടേക്ക് റിസ്ക് ഓഫ് ഗോയിങ് ഔട്ട്, പുറത്തോട്ട് ഇറങ്ങാനുള്ള ധൈര്യം കാണിക്കുക. മാട്രസ് മീൻസ് ബെഡ്. ഡിജക്റ്റഡ് മീൻസ് സാഡ് ആൻഡ് ഡിപ്രസ്ഡ്, നിരാശയോട് കൂടി. ബെക്കൺ മീൻസ് കോൾ സമൺ ബൈ വേവിങ് ഹാൻഡ്സ് ഓർ നോഡിങ്, എന്താണ് മാടി വിളിക്കുന്നതിനാണ് കേട്ടോ. സ്റ്റേർഡ് മീൻസ് ലുക്ക് അറ്റ് ഷാർപ്പ്ലി, തുറിച്ചു നോക്കുക എന്നൊരു അർത്ഥത്തിൽ. ടേക്ക് ടു വൺസ് ഹീൽസ്, റൺ അവേ ക്വിക്ലി, പെട്ടെന്ന് ഓടിപ്പോവുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഷെർക്ക്, എ ഷാർപ്പ് ആൻഡ് ലൗഡ് ഔട്ട്ക്രൈ, അല്ലെ ഉറക്കെ അലറി വിളിക്കുന്നതിന്. ടേക്ക് റെഫ്യൂജ് മീൻസ് എന്താ ടു ഷെൽട്ടർ, അല്ലെ അഭയം പ്രാപിക്കുക. ഗ്രനേഡ്, എ സ്മോൾ എക്സ്പ്ലോസീവ് ഡിവൈസ്, അല്ലെ ഒരു ബോംബ് പോലെയൊക്കെ ഒരു സംഭവം. വേർജ് മീൻസ് എഡ്ജ് ബോർഡർ ഓഫ് ദ സംതിങ്, എന്തിൻ്റെങ്കിലും അറ്റത്തെത്തി നിൽക്കുക എന്നതിനൊക്കെ പറഞ്ഞു വേർജ് മീൻസ്. ഡിസ്പാച്ച്ഡ്, സംതിങ് സെൻഡ് സംവേർ, അല്ലെ ടു സെൻഡ് സംവേർ എവിടേക്കും പറഞ്ഞു വിടുക എന്ന അർത്ഥത്തിൽ. പോളിഷ്, നാറ്റീവ് പോളണ്ട്, റിലേറ്റഡ് ടു പോളണ്ട്, ഒരു പോളണ്ട് നാറ്റീവ് പോളണ്ടിനെയാണ് നമ്മൾ പോളിഷ് എന്ന് പറയുന്നത്. ലെഫ്റ്റനന്റ് ഓഫീസർ ആണ് കേട്ടോ. റോറിന് മീൻസ് എന്താണ് ഷൗട്ടർ, ലൗഡിലി ഉറക്കെ അലറി വിളിക്കുക. ഗെറ്റോ മീൻസ് എ പാർട്ട് ഓഫ് ദ ടൗൺ, വില്ലേജ്, മാർക്കറ്റ് ഔട്ട് ഫോർ ദ പുവർ ആൻഡ് ദ മാർജിനൈസർ, അതിനാണ് ഗെറ്റോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് മക്കളെ അതിൽ വരുന്ന വേർഡ്സും പ്രധാനപ്പെട്ട വേർഡ്സും മീനിങ്ങും. അപ്പൊ എന്താണ് മക്കളെ ഇതിന്റെ ആറ്റിക് എന്ന് പറഞ്ഞാൽ വ്ളാഡിസ്ലാവ് ക്ലോഫിന്റെ വളരെ സ്പിൽമാന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അല്ലെ. 6 വർഷത്തോളമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ 2 വർഷത്തോളമായിട്ട് അദ്ദേഹം ഒരേ പ്ലേസിൽ ഒളിച്ചിരിക്കേണ്ടി വരികയും അവിടെ ഒരു ജർമ്മൻ ഓഫീസർ കാണിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കൈൻഡ്നെസ്സിലെ മക്കളെ, ആ ഒരു കൈൻഡ്നെസ് ആണ് അദ്ദേഹത്തെ ജീവൻ നിലനിർത്തി മുന്നോട്ട് പോവാനും അവിടെ അതിജീവിക്കാനും അദ്ദേഹത്തെ എന്ത് കൊടുത്തത്, ആ ഓഫീസർ കൊടുത്തിട്ട് ആ ഒരു കൈൻഡ്നെസ് ഉണ്ട് അല്ലെ, ആ ഒരു ധൈര്യമുണ്ട്. അതാണ് അദ്ദേഹത്തെ ജീവിതത്തിൽ മുന്നോട്ട് അതിജീവിക്കാൻ സഹായിച്ചത് അല്ലെ. അപ്പൊ കൈൻഡ്നെസ്സിന്റെ ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലേ മക്കളെ. അപ്പൊ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസുമായിട്ട് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.